ഹലോ വെൽക്കം ടു Aamis ഫാം 9th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിലെ സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ യൂണിറ്റിൻ്റെ പേര് ഡോൺ ഓഫ് ഹോപ്പ്. ഡോൺ ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുടെ പ്രഭാതം. ഫസ്റ്റ് തന്നെ നമുക്ക് ചെറിയ ഒരു ഇൻട്രഡക്ഷൻ പോലെ തന്നിട്ടുണ്ട്, ഒരാളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഹാവ് യു എവർ ബീൻ ഇൻസ്പയർഡ് ഓർ മോട്ടിവേറ്റഡ് ബൈ സംവൺ ഇൻ യുവർ ലൈഫ്? വാട്ട്? ഹൂ വാസ് ഇൻസ്പയർഡ് യു ഇൻ യുവർ ലൈഫ്? വാട്ട് ഈസ് ദ റോൾ ഓഫ് ഇൻസ്പിറേഷൻ ഇൻ ഷേപ്പിംഗ് യുവർ പേഴ്സണാലിറ്റി? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരെയും കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടോ, ഇൻസ്പയർഡ് ആയിട്ടുണ്ടോ? ആളിൽ നിന്ന് എനിക്കിത് പഠിക്കണം, അങ്ങനെ എങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട്. ചില ആൾക്കാർക്ക് അവരുടെ പാരൻസ് തന്നെയായിരിക്കും ഇൻസ്പിറേഷൻ, ചില ആൾക്കാർക്ക് റോൾ മോഡൽ ആരായിരിക്കും, ഫിലിം സ്റ്റാർ ആയിരിക്കും, ചില ആൾക്കാർക്ക് മദർ തെരേസ, അബ്ദുൽ കലാം, അങ്ങനെയുള്ള ഓരോ വലിയ വ്യക്തികളുമായിരിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് അബ്ദുൽ കലാമാണ് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി. എന്തുകൊണ്ടാണ്? അബ്ദുൽ കലാം വാസ് എ ഹാർഡ് വർക്കിംഗ് ആൻഡ് എൻ്റർപ്രൈസിംഗ് ചൈൽഡ്. ഹിസ് ഫാദർ ഹെൽപ്ഡ് ദ ഓദർ ഡെവലപ്പ് സെൽഫ് ഡിസിപ്ലിൻ which helped him further in his life. From his father, he learned how to be honest and disciplined, and from his mother, he learned how to be kind to others. The deep kindness that developed from his mother made Abdul Kalam a gem of a person in his future life. He was self-disciplined and avoided all inessential luxuries. അപ്പം അച്ഛനിൽ നിന്ന് അദ്ദേഹം പഠിച്ചത് ഡിസിപ്ലിനും സത്യസന്ധതയാണ്, ഹോണസ്റ്റുമാണ്. അമ്മയിൽ നിന്ന് പഠിച്ചത് എന്താണ്? കരുണയാണ്, കൈൻഡ്നെസ് ആണ്, മറ്റുള്ള ആൾക്കാരോട് എങ്ങനെ നല്ല രീതിയിൽ പെരുമാറാം. അത് അദ്ദേഹത്തെ ഒരു വലിയൊരു ജം, എന്താ പറയുക, ഒരു വൈര്യമാക്കി അല്ലെങ്കിൽ ഒരു മുത്താക്കി എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇനി അദ്ദേഹം അതുപോലെ തന്നെ അനാവശ്യ കാര്യങ്ങൾക്കൊന്നും ആളെന്താണ് ക്യാഷ് ചിലവാക്കില്ല, അത്രയും നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്നെ ഇൻസ്പയർ ചെയ്യാനുള്ള കാരണം. ഇനി ഐഡൻറ്റിഫൈ ദ പേഴ്സണാലിറ്റി ഇൻ ദ പിക്ചർ. ആ പിക്ചറിലുള്ള ആ ഒരു വുമൻ അത് ആരാന്ന് മനസ്സിലായോ എന്ന് ചോദിക്കണം. ഷീ ഈസ് സിംഗാൾ, ദ ടോപ്പർ ഇൻ ദ സിവിൽ സർവീസ് എക്സാമിനേഷൻ 2015. ഷീ ഹാസ് ഫോട്ട് ബ്രേവ്ലി അഗെയിൻസ്റ്റ് ഡിസബിലിറ്റീസ് ഇൻ ഓർഡർ ടു റീച്ച് ദ പ്രസ്റ്റീജിയസ് പൊസിഷൻ. ഇത്രയും വലിയൊരു പൊസിഷനിലെത്താൻ വേണ്ടി ആൾക്ക് ഒരുപാട് ഡിസബിലിറ്റീസ് ഉണ്ട്, കണ്ടാൽ തന്നെ നമുക്കറിയാം. അതിനൊക്കെ മറികടന്നിട്ടാണ് ആളെത്തിയത്. ദർ ആർ നോ പ്രോബ്ലം ഇൻ ലൈഫ് എക്സെപ്റ്റ് ദോസ് ദാറ്റ് വി ചൂസ് ടു കൺസിഡർ ആസ് പ്രോബ്ലം. ലൈഫ് ഗിവ്സ് അസ് ചാലഞ്ചസ്. അവിടെ നമ്മുടെ ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ അതിനെ എങ്ങനെ ചൂസ് ചെയ്യണു എന്ന് കരുതിയിട്ടാണ്. ചില ആൾക്കാർക്ക് ചില പ്രോബ്ലം വന്നാൽ കുഴപ്പമില്ല, അതിനെ മറികടന്ന് നമുക്ക് പോകാം എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ചില ആൾക്കാർക്ക് എന്താണ്, ഒരു എക്സാം വരുമ്പോൾ വരെ പേടിയാണ്, എങ്ങനെയൊന്ന് പാസ്സാവില്ല അങ്ങനെ. ചില ആൾക്കാർ എന്താ ചെയ്യുക, അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും. അപ്പോൾ അതാണ് ആ ഡിഫറൻസ്. നമ്മളെങ്ങനെ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നു, അതിലാണ് അതൊരു പ്രശ്നമായിട്ടും അതൊരു സാധാരണ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമായിട്ടും നമ്മൾ മാറ്റുന്നത്, ഒരു ചോയ്സസ് ആയിട്ട് മാറുന്നത്. ലൈഫ് ഗിവ്സ് അസ് ചാലഞ്ചസ്. വെല്ലുവിളികൾ നമുക്ക് വരും. ഇറ്റ് ഈസ് അപ് ടു അസ് ടു ടേക്ക് ദം ആസ് ഓപ്പർച്യൂണിറ്റി ഓർ പ്രോബ്ലം. ആ വെല്ലുവിളികൾ പ്രശ്നമായിട്ട് എടുക്കുന്നു അതോ നമ്മുടെ ഒരു അവസരമായിട്ട്, ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ അവസരമായിട്ട് എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. എവരി വൺ ഹാസ് ഡിഫറെൻറ്റ് ഇഷ്യൂ ടു ഹാൻഡിൽ, ബട്ട് ഹൗ വി ഹാൻഡിൽ ദം വിൽ ഡിഫൈൻ അവർ ഇമ്പാക്റ്റ് ഇൻ ദ വേൾഡ്. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതു എന്നതിനെ തുടർന്നിട്ടാണ് ഒരാളുടെ പ്രശ്നമാണോ അത് അവസരമാണോ എന്ന് തിരഞ്ഞെടുക്കുന്നത്. If you were such in challenging situation, what would you do? I would face it with courage. നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരികയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? നമ്മളെന്താണ് കറേജ്, ധൈര്യത്തോടു കൂടി ആ സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇതുപോലെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോവും? അപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ കാണിച്ചു തന്ന് ഇതിലെ കഥാപാത്രം, ക്യാരക്ടർ എങ്ങനെ മുന്നോട്ട് പോയി സർവൈവ് ചെയ്തു എന്നാണ് നമുക്ക് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ദി ജംഗിൾ എയർ ക്രഷ്. ഇനി അപ്പോൾ ജംഗിളിൽ വെച്ചിട്ട് ഒരു എയറോപ്ലെയിൻ എന്താണ് ക്രഷ് എന്ന് പറയുന്ന ഒരു അപകടത്തിൽ ഏർപ്പെടുകയാണ്. ഓക്കെ, നൗ ലെറ്റ്സ് റീഡ് ദ സർവൈവൽ സ്റ്റോറി ഓഫ് 60-year-old girl called Julian. The way she handled a dangerous situation exemplifies the matchless power of the human mind. അപ്പോൾ എങ്ങനെയാണ് ഒരു 16 വയസ്സായിട്ടുള്ള പെൺകുട്ടി, ജൂലിയൻ എന്ന് പേര് പറഞ്ഞൊരു പെൺകുട്ടി, ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ, എക്സംപ്ലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉദാഹരണം കൊണ്ട് തെളിയിക്കുക. ഇതിൽ കാണിക്കുന്നുണ്ട് ആ സിറ്റുവേഷൻ, എങ്ങനെയാണ് ആ സിറ്റുവേഷൻ, ഇത്രയും ഡേഞ്ചറസ് സിറ്റുവേഷൻ ഒരു സാധാ മനുഷ്യരേക്കാൾ പവർ എടുത്ത് അവൾ അത് സർവൈവ് ചെയ്ത് വന്ന് എന്ന് കാണിക്കുന്നുണ്ട്. ദ വിൽ പവർ ടു വിത്ത്സ്റ്റാൻഡ് ഓൾ ഓഡ്സ് ആൻഡ് ഡിറ്റർമിനേഷൻ ടു സക്സീഡ്. എല്ലാ പ്രശ്നങ്ങളെയും മറികടന്ന് നിൽക്കാനുള്ള ഒരു വിൽ പവറും സക്സസ് എന്ന ഒരു ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ, ഡിറ്റർമിനേഷൻ മീൻസ് ലക്ഷ്യത്തിലേക്ക് എത്തുന്നതും നോക്കാം. ദ ജംഗിൾ എയർ ക്രാഷ്. ഐ ഹാവ് ഓൾവേസ് എൻജോയ്ഡ് ഫ്ലൈയിങ്. അപ്പോൾ ഈ ഒരു എഴുതുന്നത് തന്നെ, നറേറ്റർ തന്നെ ആരാണ്? ഈ ഒരു പെൺകുട്ടിയാണ് കേട്ടോ, ജൂലിയനാണ്. അപ്പോൾ ജൂലിയൻ പറയാണ് ഐ ഹാവ് ഓൾവേസ് എൻജോയ്ഡ് ഫ്ലൈയിങ്. ഈ ഫ്ലൈയിങ് എന്ന് പറയുമ്പോൾ ഈ എയറോപ്ലെയിനിലെ യാത്ര അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. മൈ മദർ ആൻഡ് ഐ ബോർഡഡ് ലാൻസ എയർലൈൻ ഫ്ലൈറ്റ് 500 as I had just finished secondary school in Lima and we wanted to spend Christmas with my father in our jungle hut. അച്ഛനും അമ്മയും
അച്ഛനുമായിട്ട് എന്താണ് ക്രിസ്മസിൻ്റെ ആ ഒരു വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജൂലിയൻ എങ്ങോട്ട് പോവാണ്, അമ്മയോടൊപ്പം ആ ഒരു ജംഗിൾ ഹട്ടിൽ, കാട്ടിലുള്ള ഹട്ടിൽ ചിലവഴിക്കാൻ വേണ്ടി പോവാണ്. ഡാഡി ആൻഡ് എക്കോളജിസ്റ്റ്, ഡാഡി എന്താണ് എക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിവാദിയാണ്. ആൻഡ് മദർ ആൻഡ് ഓർണിത്തോളജിസ്റ്റ്, ഓർണിത്തോളജിസ്റ്റ് മീൻസ് പക്ഷി നിരീക്ഷക, പക്ഷികളെ കുറിച്ച് പഠിക്കാൻ റിസർച്ച് ചെയ്യുന്ന ആൾ അമ്മ, പരിസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കുക റിസർച്ച് ചെയ്യുന്ന ആൾ അച്ഛൻ. held professorship at San Marcos University in Lima, and we spent a lot of time in the jungle where they carried out research. ഇവരിങ്ങനെ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്തേക്ക് പോകും. വെക്കേഷനിൽ ആരും പോവും, അമ്മ മകളെയും കൊണ്ടിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോകും. അവിടെ ഇവരെല്ലാവരും ജംഗിളിൽ ആ ഒരു കാട്ടിൽ പോയി ഒരുമിച്ച് സ്പെൻഡ് ചെയ്യും. I was sitting in the third row of seat from the rear and next to the window. Mother sat beside me and a man we didn't know on aisle. അപ്പോൾ എവിടെ ഇരിക്കുന്നത്, വിമാനത്തിൻ്റെ അല്ലെങ്കിൽ പ്ലെയിനിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു തേർഡ് റോയിലായിട്ടാണ് ഇരിക്കുന്നത്, വിൻഡോ സൈഡിൽ തന്നെ. അമ്മ അടുത്തിരിക്കുന്നുണ്ട്. പിന്നെ അയൽ എന്ന് പറഞ്ഞാൽ സീറ്റുകൾക്കിടയിലുള്ള വഴി, അപ്പോൾ അപ്പുറത്തായിട്ട് തൊട്ടടുത്തായിട്ട് വേറെ അറിയാത്തൊരു ആളും കൂടി ഇരിക്കുന്നുണ്ട്. എവറിത്തിങ് സീംഡ് ക്വൈറ്റ് നോർമൽ, എല്ലാം നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ദ ടേക്ക് ഓഫ്, എന്താണ് പ്ലെയിൻ ഇങ്ങനെ പറന്നുയർന്നു. ദ ക്ലൈംബ് ഓവർ ദ സ്നോ കവേർഡ് ആൻറ്റീസ്, അപ്പോൾ എല്ലാ ക്ലൗഡ്സിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ദ സ്മൈലിംഗ് സ്റ്റുവാർഡസ്, ഈ സ്റ്റുവാർഡസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എയർ ഹോസ്റ്റസ് എന്ന് പറയില്ലേ, അതാണ് ഈ സ്റ്റ്യൂഡസ് അല്ലെങ്കിൽ സ്റ്റുവാർഡസ് എന്ന് പറയുന്നത്. സ്റ്റ്യൂഡസ് എന്നാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ കേട്ടോ. ശുശ്രൂഷിക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പ്ലെയിനിൽ നമ്മളെ സേവനം ചെയ്യുന്നത് ആരാ, നമ്മുടെ എയർ ഹോസ്റ്റസ് ആണ്. അപ്പോൾ ആളവിടെ ചിരിക്കുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് തരുന്നുണ്ട്. ദെൻ ദ ഗ്രീൻ ജംഗിൾ സ്ട്രെച്ചിങ് ഈസ്റ്റ് ടു ദ ഹൊറിസോൺ, പിന്നെ എന്താണ് അതിനിടയിൽ ഗ്രീൻ ജംഗിൾ, കാടുകൾ കാണുന്നുണ്ട്. പീപ്പിൾ വേർ റീഡിങ് ഓർ ചാറ്റിങ്, കുറേ പേര് വായിക്കുന്നുണ്ട്, കുറേ പേര് അവിടെ സംസാരിച്ചിരിക്കുന്നുണ്ട്. എവരി വൺ വാസ് ഇൻ എ ഹോളിഡേ മൂഡ്, എല്ലാവരും ഹോളിഡേ മൂഡിലാണ്. നമുക്കറിയാം ക്രിസ്മസിൻ്റെ ടൈമിലാകുമ്പോൾ ആ ഒരു വെക്കേഷനിലായിരിക്കും, അപ്പോൾ ഹോളിഡേ വെച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ സൈഡിലേക്ക് പോകുന്നതായിരിക്കും. പ്ലെയിനിലുള്ള യാത്രയാണ് ഈ പറയുന്നത് കേട്ടോ. ഇൻ ക്ലിയർ വെദർ ദ ഫ്ലൈറ്റ് ഫ്രം ലിമ ടു Pucallpa is one of the most beautiful in the world. But 30 minutes after takeoff, when we were over the jungle, visibility diminished. അപ്പോൾ ഇനി എല്ലാം നല്ല നല്ല കാഴ്ചകളൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജംഗിളിൻ്റെ മുകളിൽ വെച്ചിട്ട്, ആ ഒരു ഗ്രീൻ ജംഗിൾ കാടിന് മുകളിൽ വെച്ചിട്ട് എല്ലാ കാഴ്ചകളും, വിസിബിലിറ്റി എല്ലാ കാഴ്ചകളും മങ്ങിത്തുടങ്ങി. ആൻഡ് ദെൻ ഓൾ ഓഫ് എ സഡൻ വി ഹിറ്റ് എ സ്റ്റോം ഫ്രണ്ട്, ഒരു കൊടുങ്കാറ്റ് വന്ന് ഞങ്ങളുടെ മുന്നിലേക്ക് അടിച്ചു, ആ പ്ലെയിൻ്റെ മുന്നിലേക്ക്. ആൻഡ് ദിസ് ടൈം ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം എനിത്തിങ് ഐ ഹാഡ് എക്സ്പീരിയൻസ്ഡ് ബിഫോർ. ബ്രോഡ് ഡേ ലൈറ്റ് ടേൺഡ് ഇൻ ടു നൈറ്റ് അറൗണ്ട് us. ഇതുവരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒന്നാണ് ഇപ്പം ഞാൻ കണ്ടത്. ആ ഒരു ബ്രോഡ് ഡേ ലൈറ്റ്, പകലിൻ്റെ ആ ഒരു വെളിച്ചം മാഞ്ഞു, അവിടെ രാത്രിയിലെ ആ ഒരു ഇരുട്ടിലേക്ക് പോകുന്ന പോലെ തോന്നി. ലൈറ്റിംഗ് വാസ് ഫ്ലാഷിംഗ് ഇൻസെസൻ്റ്ലി ഫ്രം ഓൾ ഡയറക്ഷൻ, ഓരോ ഭാഗത്തു നിന്ന് ഇൻസെസൻ്റ്ലി എന്ന് പറഞ്ഞാൽ ഇടവിട്ട് ചെറിയ വെളിച്ചങ്ങളൊക്കെ വരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ആൻ ഇൻവിസിബിൾ പവർ ബിഗൻ ടു ഷേക്ക് അവർ എയർപ്ലെയിൻ ആസ് ഇഫ് ഇറ്റ് വർ എ പ്ലേ തിങ്. ഒരു കളിപ്പാട്ടം എടുത്ത് അല്ലെങ്കിൽ ഒരു കളിക്കുന്ന സാധനം എടുത്ത് കളിക്കുന്ന പോലെ ഒരു വലിയ പവർ വന്ന് ഞങ്ങളുടെ പ്ലെയിനിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്, കുലുക്കുന്നുണ്ട്. പീപ്പിൾ ക്രൈഡ് ഔട്ട് അറ്റ് ഒബ്ജക്റ്റ് ഫെൽ ഓൺ ദെയർ ഹെഡ്സ്, എല്ലാ ആൾക്കാരും കരയാൻ തുടങ്ങി. കാരണം എന്താ, ഓരോ സാധനങ്ങൾ നമുക്കറിയാം പ്ലെയിനിൽ കയറി കഴിഞ്ഞാൽ ലഗേജസ് ഒക്കെ ഇങ്ങനെ അവർ മുകളിലായിട്ട് വെച്ചിട്ടുണ്ടാവും, അതെല്ലാം ഓരോരുത്തരുടെ തലയിലേക്ക് വീണു തുടങ്ങി. ബാഗ്സ്, ഫ്ലവേഴ്സ്, പാക്കേജ്, ടോയ്, ജാക്കറ്റ് ആൻഡ് ക്ലോത്തിങ് റെയിൻ ഡൗൺ ഹാർഡ് ഓണേഴ്സ്. സാൻഡ്വിച്ച് ട്രേ ആൻഡ് ബാഗ്സ് സോർഡ് ത്രൂ ദ എയർ. സോർഡ് എന്ന് പറഞ്ഞാൽ ഉയർന്ന് പറക്കുകയാണ്. അവിടെ ഫുഡ് കൊടുക്കാൻ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഓരോ ട്രേകളുണ്ടാവും സാൻഡ്വിച്ചൊക്കെ ഉള്ളത്, അതൊക്കെ കാറ്റിലൂടെ പറന്നുയർന്നു തുടങ്ങി. പീപ്പിൾ വേർ ഫ്രൈറ്റൻഡ്, എല്ലാവരും പേടിച്ചു തുടങ്ങി. ദേ സ്ക്രീംഡ് ആൻഡ് സ്റ്റാർട്ടഡ് ടു ക്രൈ, അവർ നിലവിളിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. ഔട്ട്സൈഡ് ഐ സോ എ സോർട്ട് ഓഫ് ബ്രൈറ്റ് യെല്ലോ ഫ്ലെയിം ഷൂട്ടിംഗ് ഫ്രം ദ റൈറ്റ് വിങ്. അപ്പോൾ റൈറ്റ് വിങ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ്റെ ഒരു റൈറ്റ് ചിറകിലായിട്ട് എന്താണ്, ഒരു ചെറിയ യെല്ലോ വെളിച്ചം എന്ന് പറയുമ്പോൾ തീയായിരിക്കും, അതിങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഐ വാസ് ബ്ലൈൻഡഡ് ബൈ ദാറ്റ് ബ്ലേസിംഗ് ലൈറ്റ് വൈൽ അറ്റ് ദ സെയിം ടൈം ഐ ഹിയർഡ് മൈ മദർ സെയിങ് ക്വൈറ്റ് കാംലി നൗ ഇറ്റ്സ് ഓൾ ഓവർ. ആ ഒരു ടൈമിൽ തന്നെ അമ്മ ചെറിയൊരു വോയിസിൽ പറയുന്നത് ഞാൻ കേട്ടു, എന്താണ്, എല്ലാം കഴിഞ്ഞു. ആൻഡ് ഇൻസ്റ്റൻറ്റ് ലേറ്റർ ദർ വാസ് എ വയലൻറ്റ് ഷേക്കിംഗ് ആൻഡ് ഐ ഫൗണ്ട് മൈസെൽഫ് ഔട്ട്സൈഡ് ദ പ്ലെയിൻ. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ നിശബ്ദമായി നിന്നിട്ട് വലിയൊരു കുലുക്കമാണ് കണ്ടത്. ആ ഒരു കുലുക്കത്തിൽ ഞാൻ പ്ലെയിനിൻ്റെ ഔട്ട്സൈഡ് പുറത്തേക്ക് പോയി വീഴുകയാണ്. ഫ്ലൈയിങ് അപ്പാർട്ട് ഫ്രം ഇറ്റ് സ്റ്റിൽ സ്ട്രാപ്ഡ് ഇൻ ടു മൈ സീറ്റ്. പക്ഷേ സീറ്റോടൊക്കെയാണ് പോയത്, ആ സീറ്റ് ബെൽറ്റ് ഇപ്പോഴും മേത്തുണ്ട്. ബട്ട് ഐ വാസ് അലോൺ ആൻഡ് ഐ വാസ് ഫോളിങ്. പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് തെറിച്ചു പോയത്. ഞാൻ എവിടേക്കോ വീഴുകയാണ് ചെയ്യുന്നത്. ഐ ക്യാൻ റിമെമ്പർ ടേണിങ് ഓവർ ആൻഡ് ഓവർ ഇൻ ദ എയർ. ആ ഒരു കൊടുങ്കാറ്റിൽ ഞാൻ ഇങ്ങനെ ചുഴലിയിൽ പെട്ട പോലെ ഞാൻ കിടന്ന് കാണിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്.
ഐ റിമെമ്പർ തിങ്കിങ് ദാറ്റ് ദ ജംഗിൾ ട്രീസ് ബിലോ ലുക്ക് ലൈക്ക് കോളിഫ്ലവർ. അങ്ങനെ കിടന്ന ആ ഒരു കാറ്റിൽ കറങ്ങുമ്പോൾ ഓരോ മരങ്ങളും കോളിഫ്ലവർ പോലെ തോന്നിയത്. ദെൻ ഐ ലോസ്റ്റ് കോൺഷ്യസ്നെസ്. ആ ഒരു കൊടുങ്കാറ്റിൽ ഏർപ്പെട്ടപ്പോൾ ബോധം വരെ കുട്ടിയുടെ പോയി. ഇറ്റ് വാസ് സ്റ്റിൽ ലൈറ്റ് വെൻ ദ റെയിൻ വോക്ക് അപ്പ് മീ അപ്പ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് എന്താണ് ആ റെയിൻ എന്നെ എഴുന്നേൽപ്പിച്ചത്. ആ റെയിൻ ഇങ്ങനെ വീണതിന് ശേഷം ഐ വാസ് ലൈയിങ് അണ്ടർ എ സെക്ഷൻ ഓഫ് 3 സീറ്റ് ടേൺഡ് അപ്സൈഡ് ഡൗൺ. ഒരു 3 സീറ്റുകൾ തെറിച്ച് വീണപ്പോൾ 3 സീറ്റുകൾ കിടക്കുന്നുണ്ട്. അതിന് താഴെയായിട്ടാണ് ഈ പെൺകുട്ടി കിടക്കുന്നുണ്ടായിരുന്നത്. ദർ വാസ് നോ സൈൻ ഓഫ് മൈ മദർ ഓഫ് എനി അതർ പാസഞ്ചർ ഓർ ഓഫ് ദ പ്ലെയിൻ അവിടെ ഉണ്ടായിരുന്നോ അമ്മയുടെയോ വേറെ ഒരു പാസഞ്ചേഴ്സിൻ്റെയും ഒരു തെളിവുകളും അവിടെ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ചെറു നാഴിക പോലും അവരുടെ ഒന്നും അവശിഷ്ടങ്ങളോ ഒന്നും കാണാനില്ല. ഓൾ ഐ കുഡ് ഹിയർ വർ ഫ്രോക്സ് ക്രോക്കിംഗ്. ഫ്രോക്സ് ക്രോക്കിംഗ് എന്ന് പറഞ്ഞാൽ തവള കരയുക. ക്രോക്കിംഗ് എന്ന് പറഞ്ഞാൽ കാക്ക കരയുക, തവള കരയുക എന്നൊരർത്ഥമാണ്. അപ്പോൾ അവരുടെ കരച്ചിൽ മാത്രമേ കേൾക്കാനുള്ളൂ. ആൻഡ് ദ റെയിൻ, പിന്നെ മഴയുടെ ശബ്ദവും. ഐ ഹാഡ് എ ബംപ് ഓൺ മൈ ഹെഡ്. ഒരു വലിയ മുഴ എൻ്റെ തലയിൽ വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഇടിച്ചിട്ടായിരിക്കാം. എൻ്റെ ഗ്യാഷ് ഇൻ മൈ ഫുട്ട്, അതുപോലെ കാലുമ ആഴമുള്ളൊരു മുറിവ്. ഐ ഫെൽറ്റ് നോ പെയിൻ. എനിക്ക് ഒരു വേദനകളും തോന്നുന്നില്ല. ബട്ട് ഐ കുഡിൻ മസ്റ്റർ ദ എനർജി ടു മൂവ് ആൻഡ് ലുക്ക് അറൗണ്ട്. പക്ഷേ എനിക്കൊരു എനർജി സംഭരിക്കാൻ, എനർജി ഒന്നും ഇങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല. നടക്കാനോ ചുറ്റും നോക്കാനോ ഒന്നും അതുകൊണ്ട് പറ്റുന്നില്ല. ദസ് ഐ സ്പെൻഡ് ദ ഹോൾ നൈറ്റ് ലൈയിങ് അണ്ടർ ദ സീറ്റ് ഹാഫ് എസ്ലീപ്പ് ഇൻ ഷോക്ക്. ആ ഒരു ഷോക്കിൽ അപ്പം ഞാൻ ആ ഹോൾ നൈറ്റ്, ആ മുഴുവൻ രാത്രിയും ആ സീറ്റുകളുടെ താഴെ തന്നെ കിടന്നു. ദ നെക്സ്റ്റ് മോർണിംഗ് ഐ ക്രൗൾഡ് ഔട്ട് സ്ലോലി ബിക്കോസ് എവറിത്തിങ് സ്വാം ഡിസ്ലി ബിഫോർ മീ. അടുത്ത മോർണിംഗിൽ ക്രൗൾഡ് എന്ന് പറഞ്ഞാൽ ഇഴയുക, നിരങ്ങുക. നമ്മൾ സ്നേക്ക് ക്രൗളിംഗ് ഒക്കെ പറയും. സ്നേക്ക് ഇഴയുക, നമ്മൾ എന്താ ചെയ്യുന്നത്, നിരങ്ങുക. ആ കുട്ടി ഇങ്ങനെ നിരങ്ങിയിട്ടാണ് മൂവ് ചെയ്യുന്നത്, അനങ്ങുന്നത്. കാരണം എന്താ, ആ കുട്ടിക്ക് തല ചുറ്റുന്നുണ്ടായിരുന്നു. ഡിസ്ലി എന്ന് പറഞ്ഞാൽ തല കറങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിരങ്ങി ആ കുട്ടി ഇങ്ങനെ ഓരോ സൈഡിലേക്ക് നോക്കുക. ഐ സോ എ സ്മോൾ പാക്കേജ് ആൻഡ് ഓപ്പൺ ഇറ്റ്. ഒരു ചെറിയ പാക്കേജ് കണ്ടു. വേഗം തന്നെ അത് ഓപ്പൺ ചെയ്ത് നോക്കി. ഇറ്റ് കണ്ടെയ്ൻ സം സ്വീറ്റ് ആൻഡ് എ ക്രിസ്മസ് കേക്ക്. ഒരു ക്രിസ്മസ് കേക്കും കുറച്ച് മധുര പലഹാരങ്ങളും ഉണ്ടായിരുന്നു. ഐ ടേസ്റ്റഡ് ദ കേക്ക്. ഞാൻ വേഗം എടുത്ത് ടേസ്റ്റ് ചെയ്തു. കാരണം എന്താ, കുട്ടിക്ക് വിശപ്പുണ്ടാവും. ആൻഡ് ഡ്രോപ്ഡ് ഇറ്റ്. അപ്പം തന്നെ അത് നിലത്തിട്ടു. ഇറ്റ് വാസ് സോക്കിങ്. അതൊക്കെ നനഞ്ഞിരിക്കുക. വെറ്റ് ആൻഡ് റിവോൾട്ടിങ് എന്ന് പറഞ്ഞാൽ മനം പുരട്ടിക്കാൻ, നമുക്ക് ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വരില്ല, ഛർദ്ദിക്കാൻ. അത് then I picked up a long stick with which to prop the ground to avoid snake, poisonous spiders and ant. ഞാൻ അപ്പോൾ ഉടനെ തന്നെ എന്തെടുത്തു, ഒരു വലിയ വടിയെടുത്തു. പ്രോബ് എന്ന് പറഞ്ഞാൽ എന്താ, പരിശോധിക്കാൻ. ഞാൻ കിടക്കുന്ന അവിടെ ഏതെങ്കിലും ഇഴജന്തുക്കൾ, പാമ്പുകൾ, അതുപോലെ വിഷമുള്ള എട്ടുകാലികൾ, ഉറുമ്പുകളൊക്കെ ഉണ്ടോയെന്ന് ഇങ്ങനെ നോക്കുക. മൈ പാരൻസ് ഹാഡ് ടോട്ട് മീ അബൌട്ട് ദ പെറിൽസ് ഓഫ് ദ ജംഗിൾ ഇൻ ദ ഇയേഴ്സ് വി ഹാഡ് ലിവ്ഡ് ഇൻ. പെറൽസ് എന്നാ പറയാം. പെറൽസ് എന്ന് പറഞ്ഞാൽ ആപത്ത്. എൻ്റെ പാരൻസ്, നമ്മളിങ്ങനെ അവരിങ്ങനെയാണ്, ജംഗിൾ കാട്ടിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. ഓക്കെ, അവർ വെക്കേഷനിലൊക്കെ വരാറുണ്ട്. അപ്പോൾ പാരൻസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്താണ്, ഒരുപാട് ആപത്തുകൾ ഒരു കാട്ടിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് നോട്ട് ദ ബിഗ് അനിമൽസ് ദാറ്റ് ആർ ദ മോസ്റ്റ് ഡേഞ്ചറസ് ബട്ട് ദ സ്നേക്ക് ആൻഡ് ദ ഇൻസെക്ട്. വലിയ മൃഗങ്ങൾ, കടുവ, ആന, അങ്ങനെയല്ല, ചെറിയ ചെറിയ മൃഗങ്ങളെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. പാറ്റകൾ, അതുപോലെ ചെറു പ്രാണികൾ, പാമ്പുകൾ, അങ്ങനെ. ഫീലിംഗ് അഹെഡ് വിത്ത് ദ സ്റ്റിക്ക് ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ മൈ മദർ. അപ്പോൾ ആ ഒരു ഫീലിംഗ് അഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സ്റ്റിക്ക് കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ മൈ മദർ. എൻ്റെ അമ്മയെ നോക്കാനുള്ള ആ ഒരു പ്രതീക്ഷയൊന്നും അവിടെ നിർത്തിയില്ല. ഐ വാസ് സോ ഡിസി ദാറ്റ് ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ് ഐ ഹാഡ് ടു റെസ്റ്റ്. തല കറങ്ങുന്ന കാരണം ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും അവൾക്ക് റെസ്റ്റ് ചെയ്യാൻ തോന്നി. അവിടെ ആ പിക്ചറിൽ ആ കുട്ടി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ആഫ്റ്റർ ഹവേഴ്സ് ഓഫ് പോക്കിംഗ് അറൗണ്ട്, പോക്കിംഗ് വെച്ചാൽ തപ്പിത്തടയുക, കുറേ മണിക്കൂറുകൾ ഇങ്ങനെ തപ്പിത്തെരഞ്ഞ് നടന്ന് ഐ ഹിയർഡ് ജെൻറ്റിൽ സ്പ്ലാഷിംഗ് നിയർ ബൈ ആൻഡ് ഡിസ്കവേർഡ് എ ടൈനി ബ്രൂക്ക്. ഒരു ചെറിയ അരുവിയുടെ ശബ്ദം കേട്ട് അങ്ങോട്ട് പോയി ആ അരുവി കണ്ടുപിടിച്ചു. മൈ പാരൻസ് ഹാഡ് ഇംപ്രസ്ഡ് ഓൺ മീ ദാറ്റ് വെൻ ലോസ്റ്റ് ഇൻ ദ ജംഗിൾ വൺ ഷുഡ് ഓൾവേസ് ലുക്ക് ഫോർ സ്ട്രീം ആൻഡ് ദെൻ ഫോളോ ദം ടു ലാർജർ സ്ട്രീം. എൻ്റെ പാരൻസ്, അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്താ, നിങ്ങളൊരു കാട്ടിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അരുവികൾ, നദീതീരങ്ങൾ, ഇതൊക്കെ എവിടെയാണെന്ന് നോക്കി പോകണം. അതിനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റും. കാരണം കാട്ടിലെ റോഡ് എന്ന് പറയുന്നത് അരുവികളാണ്. ആ അരുവികൾ നമ്മൾ തേടി ചെല്ലുമ്പോൾ ലാർജർ സ്ട്രീംസ്, വലിയ വലിയ നദീതീരങ്ങളിലെത്തും. അതിനടുത്തായിട്ട് മനുഷ്യവാസം ഉണ്ടായിരിക്കും. അതാണ് പറയുന്നത് കേട്ടോ. റിവേഴ്സ് ആർ വാട്ട് ദ റോഡ്സ് ആർ ഹിയർ. നമ്മളിവിടെ റോഡ്സ് എങ്ങനെയാണോ അതാണ് കാട്ടിലെ റിവേഴ്സ്. ആൻഡ് ദ ഇന്ത്യൻ ട്രൈബ്സ് ആൻഡ് ദ വൈറ്റ് പ്ലാന്റേഷൻ പീപ്പിൾ ലിവ് ഓൺ ദെയർ ബാങ്ക്സ്. അതിൻ്റെ ആ ഒരു തീരങ്ങളിലായിരിക്കും നമ്മൾ പറയില്ലേ, ഈ ആദിവാസികളൊക്കെ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ജീവിക്കുന്നുണ്ടാവുക. അതുമാത്രമല്ല വൈറ്റ് പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ തോപ്പുകൾ, ഒരുപാട് കൃഷികളുണ്ടാവും. ആ കൃഷികളൊക്കെ ആയിട്ട് അവരവിടെ ജീവിക്കുന്നുണ്ടാവും.
കേട്ടിട്ടുണ്ടാവും. റിവേഴ്സ് ഇൻ ദ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഓഫ് പെറു മിയാൻഡർ ആൻഡ് സർക്കിൾ. വൺ ക്യാൻ വാക്ക് ഫോർ കിലോമീറ്റർ അലോങ് എ ബാങ്ക് ആൻഡ് ഓൺലി അഡ്വാൻസ് 100 മീറ്റർ ടുവേർഡ്സ് വൺസ് ഡെസ്റ്റിനേഷൻ. എത്ര കിലോമീറ്ററുകൾ നടന്നാലും കുറച്ച് ദൂരമായിട്ടേ ഉള്ളൂ നമുക്ക് തോന്നുള്ളൂ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ. അത്രയും വിശാലമായി കിടക്കുന്ന റിവേഴ്സാണ്. ബട്ട് ഐ ഹാഡ് ടു സ്റ്റേ നിയർ ഓർ ഇൻ ദ സ്ട്രീം. അപ്പോൾ പക്ഷേ എനിക്ക് എന്ത് വേണം, ആ സ്ട്രീമിലൂടെ നടന്നേ പറ്റുള്ളൂ. ഇറ്റ്സ് ബാങ്ക്സ് വർ ഓവർ ഗ്രോൺ വിത്ത് ടാങ്കിൾഡ് വൈൻ മേക്കിംഗ് എവറി സ്റ്റെപ്പ് ആർജ്യൂസ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് ബാങ്ക് വർ ഓവർഗ്രോൺ വിത്ത് ടാങ്കിൾഡ് വൈൻസ്. കെട്ടിപ്പിണഞ്ഞ കുറേ മുന്തിരി വള്ളികൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെടികളുടെ വള്ളികളായിരിക്കാം, അതൊക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുക. മേക്കിംഗ് എവറി സ്റ്റെപ്പ് ആർജ്യൂസ് എന്ന് പറഞ്ഞാൽ പ്രയാസകരമാക്കുക. കാരണം നടക്കുമ്പോൾ അതിൽ കുടുങ്ങി നിൽക്കുക, പിന്നെ വീണ്ടും നടക്കാൻ കഷ്ടപ്പെടുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് പ്രയാസകരമായിട്ടുള്ളൊരു ഇതാണ് അവന് കൊടുക്കുന്നത്. സംടൈം ഐ ഹാഡ് ടു വെയ്റ്റ് ത്രൂ ദ വാട്ടർ ബിക്കോസ് ഹ്യൂജ് റോട്ടഡ് ട്രീ ട്രങ്ക്സ് ബയേർഡ് മൈ വേ. ഇറ്റ് വാസ് സ്ലോ ഗോയിങ്. ബയേർഡെന്നോ ബാർഡെന്നോ എന്ന് നമുക്ക് ഇതിനെ പ്രൊണൗൺസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് മരങ്ങളുണ്ടാവും കാട്ടിൽ, നമുക്കറിയാം. അതിൻ്റെ എല്ലാം വേരുകൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ അവൾക്ക് വലിയ തടസ്സമായിട്ടാണ് തോന്നുന്നത്. ഐ ഹാഡ് ടു വെയ്റ്റ് ത്രൂ ദ വാട്ടർ ബിക്കോസ്. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്, വെള്ളത്തിലൂടെ അവളിങ്ങനെ തുഴഞ്ഞു നീങ്ങുക എന്ന് പറഞ്ഞാൽ കാലിങ്ങനെ നിരക്കി വെച്ച് അതിലൂടെ പോകേണ്ടതായിട്ട് വരുന്നു. എന്തുകൊണ്ട്, ഇവിടെ ഓരോ സ്ഥലങ്ങളിലും വലിയ വലിയ മരങ്ങളുടെ തായ്വേരുകൾ പടർന്നു കിടക്കുക, അതാണ് ട്രങ്ക്സ്. അതുകൊണ്ട് തടസ്സമായിട്ട് മാറി, അതുകൊണ്ട് വെള്ളത്തിലൂടെ പോണു. ഇറ്റ് വാസ് സ്ലോ ഗോയിങ്. അപ്പോൾ മെല്ലെ മെല്ലെ പോകാൻ പറ്റുന്നുള്ളൂ. നൈറ്റ് ഇൻ ദ ജംഗിൾ ആർ അട്രാക്റ്റീവ് ഓൺലി ഇൻ ഫിലിം. സിനിമകളിൽ മാത്രമേ കാടുകളിലുള്ള രാത്രി കാടുകളിൽ ജീവിക്കുന്നതും അല്ലെങ്കിൽ കാടുകളിലെ കാഴ്ച ഭംഗിയുള്ളൂ. ഇൻ റിയൽ ലൈഫ് ദേ ആർ ഫ്രൈറ്റനിങ്. പക്ഷേ സത്യമായ ജീവിതത്തിൽ അത് പേടിപ്പിക്കുന്നതാണ്. There was always a rustling, some were snakes, something were crawling over my legs, a tarantula, even the air seemed poisoned by decaying tree. I slept fitfully. അപ്പം എന്താണ്, കുറേ പാമ്പുകളുണ്ട്, അതുപോലെ തന്നെ പല ഇഴജന്തുക്കളും എൻ്റെ കാലിലൂടെയൊക്കെ അരിച്ചു പോകുന്നുണ്ട്. ചില പോയിസണസ് ആയിട്ടുള്ള ട്രീസ് വരെയുണ്ട്. എങ്ങനെയാണ് ഈ ട്രീസ് ഇങ്ങനെ എന്താ പറയുക, ജീർണിച്ചു കൊണ്ട് കിടന്ന് പല കാര്യങ്ങളും അതിലുണ്ടായിരിക്കും. ഓക്കെ, ഐ സ്ലെപ്റ്റ് ഫിറ്റ്ഫുള്ളി എന്ന് പറഞ്ഞാൽ ഇടവിട്ട് എഴുന്നേൽക്കുക ഉറക്കത്തിന്, അതാണ് ഫിറ്റ്ഫുള്ളി എന്ന് പറഞ്ഞാൽ. ഓൺ ദ തേർഡ് ഡേ ഐ ഹിയർഡ് വൾച്ചേഴ്സ്. മൂന്നാമത്തെ ദിവസം കഴുകൻ്റെ ശബ്ദമാണ് കേട്ടത്. വേർ ദർ ആർ വൾച്ചേഴ്സ് ദർ ആർ യൂഷ്വലി ബോഡീസ്. ശവങ്ങളുള്ള സ്ഥലങ്ങളിലാണ് കഴുകന്മാരുണ്ടായിരിക്കുക. ഐ കെയിം അപ്പോൺ എ പീസ് ഓഫ് എയർപ്ലെയിൻ ഫ്യൂസലേജ് ആൻഡ് സോ ട്വിസ്റ്റഡ് കേബിൾ. ഞാൻ സഞ്ചരിച്ചിരിക്കുന്ന ആ ഒരു പ്ലെയിനിൻ്റെ ഫ്യൂസലേജ്, ഇന്ധനം നിറച്ചിരിക്കുന്ന ആ ഒരു സാധനം കത്തിക്കരിഞ്ഞത് കേട്ടോ, അതും അതുപോലെ ഒരു സെറ്റ് ഓഫ് കേബിളുകളും കണ്ടു. ദ പ്ലേസ് സ്റ്റാങ്ക് ഓഫ് ബേൺഡ് ഫ്യൂവൽസ്. കത്തിക്കരിഞ്ഞതായിരുന്നു. ബട്ട് ഐ കുഡ് ഫൈൻഡ് നോ സർവൈവേഴ്സ്. പ്ലെയിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെങ്കിലും അതിജീവിച്ച ഒരു മനുഷ്യരെ പോലും ഞാൻ അവിടെ കണ്ടില്ല. ഡ്യൂറിങ് ദ ആഫ്റ്റർനൂൺ ഐ ഹിയർഡ് ദ നോയ്സ് ഓഫ് എയർക്രാഫ്റ്റ് എൻജിൻ. ഐ ന്യൂ ഇറ്റ് വാസ് സെൻസ്ലെസ് ബട്ട് ഐ യെൽഡ്. സെൻസ്ലെസ് എന്ന് പറഞ്ഞാൽ ബോധമില്ലായ്മ. അപ്പോൾ ചെറിയ ഓരോ രാത്രികളിൽ അല്ലെങ്കിൽ ഓരോ വൈകുന്നേരങ്ങളിൽ പ്ലെയിനിൻ്റെ ശബ്ദങ്ങൾ, എയർക്രാഫ്റ്റ് എൻജിൻസിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് അറിയായിരുന്നു അതൊരു ബോധമില്ലായ്മയാണ്. എന്ത്, യെൽഡ്, അലറുകയാണ് അവൾ. ഹലോ, ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. ഇവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ കേൾക്കില്ല എന്നറിയാം, പക്ഷെ എന്നാലും അവളുടെ ഒരു ബോധമില്ലായ്മ, അവളത് അലറിക്കൊണ്ടിരുന്നു. എന്തെങ്കിലും ഒരു പ്രതീക്ഷയാണ് അവൾക്കത്. They must have been quite near, though I never saw them, and of course they didn't spot me. എനിക്ക് അവരെയും കാണാൻ പറ്റുന്നില്ല, അവർക്ക് എന്നെയും സ്പോട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്നില്ല. Then the noise of the planes faded and I was again alone. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആ ഒരു ശബ്ദം ഇങ്ങനെ അകലേക്ക് പോകുന്ന പോലെ ഫെയ്ഡഡ് ആയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി. ബട്ട് ഐ വാസ് നോട്ട് ഡിസ്ഹേർട്ടൺ എന്ന് പറഞ്ഞാൽ ഞാൻ നിരാശപ്പെട്ടില്ല. ഐ കുഡ് വാക്ക്, ഐ വാസ് ഇൻ ഹംഗ്രി ആൻഡ് ഐ കുഡ് ഡ്രിങ്ക് ഫ്രം ദ ക്ലിയർ സ്ട്രീം. എനിക്ക് നടക്കാൻ പറ്റും, എനിക്ക് വിശപ്പില്ല. അതുമാത്രമല്ല, വിശന്നാൽ തന്നെ എനിക്ക് കുടിക്കാൻ വെള്ളമുണ്ട് ഈ അരുവിയിൽ. ആൻഡ് ഓൺ മൈ 4th day ഐ ഫിനിഷ്ഡ് ദ സ്വീറ്റ്. 4ാമത്തെ ദിവസം എൻ്റെ സ്വീറ്റ്സ് അവിടെ ഉണ്ടായിരുന്നത്, അത് കഴിഞ്ഞിരുന്നു. ദ ഓൺലി നൗറിഷ്മെൻറ്റ് ഐ ഹാഡ്. നൗറിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആഹാരം അല്ലെങ്കിൽ പോഷകാഹാരം എന്നൊക്കെ പറയും. ഇവിടെ ആഹാരം എൻ്റെ കയ്യിലുണ്ടായിരുന്നത് എന്താണ്, അപ്പോൾ ആ സ്വീറ്റ്സ് ആയിരുന്നു. അത് 4ാമത്തെ ദിവസം കഴിഞ്ഞു. ഐ വാസ് swollen ഫ്രം ദ സ്റ്റിങ്സ് ഓഫ് മോസ്കിറ്റോ ആൻഡ് ഹോഴ്സ്. അപ്പോൾ ഹോഴ്സ് ഫ്ലൈസ് ഉണ്ട്, കുറച്ച് പാറ്റകളും അതൊക്കെയുണ്ട്. അവരിൽ നിന്ന് അവർ കുത്തലേറ്റിട്ട് ഓരോ ഭാഗങ്ങളും വീർത്ത, swollen എന്ന് പറഞ്ഞാൽ എന്താ, വീർത്തിരിക്കുകയാണ്. ഹിയർ ആൻഡ് ദ ആമീസ് ആൻഡ്സ് ഓൺ ദ മാർച്ച് ബ്ലോക്ക്ഡ് മൈ പാത്ത് ആൻഡ് സ്ട്രഗ്ലിംഗ് ടു ദ ടാങ്കിൾഡ് അണ്ടർഗ്രോത്ത് ടു അവോയ്ഡ് ദം. അപ്പോൾ ഞാൻ നടക്കുന്ന വഴികളൊക്കെ എന്തുണ്ട്, നമ്മുടെ ഉറുമ്പുകളുടെ ഒരു മാർച്ച് തന്നെയുണ്ട്, നിര തന്നെയുണ്ട്. ഐ കവേർഡ് ഓൺലി മിസറബിൾ ഫ്യൂ 100 meters an hour. ഒരുപാട് മണിക്കൂറുകൾ സഞ്ചരിച്ചിട്ടും കുറച്ച് മീറ്ററുകൾ മാത്രമേ അത് കഴിഞ്ഞുള്ളൂ. However, my stream did run into a larger river.
ഇനി എൻ്റെ ആ ഒരു ചെറിയൊരു റിവർ അല്ലെങ്കിൽ ചെറിയൊരു സ്ട്രീം, ചെറിയ അരുവി വലിയൊരു നദിയിലേക്കാണ് എത്തിയത്. നടന്ന് പോയപ്പോൾ ആ നദി കണ്ടു. ആസ് ഐ പ്രസ്ഡ് ഓൺ ഡൗൺ സ്ട്രീം അലോങ് ഇറ്റ്സ് ബാങ്ക് ഐ സോ പാരറ്റ്, monkeys and humming birds and many variety of tiny orchid growing on ട്രീ ചങ്ക്സ്. അപ്പോൾ ആ ഒരു അരുവിയുടെ അടുത്ത് എത്തിയപ്പോൾ ഒരുപാട് എന്ത് കണ്ടു? പക്ഷികളെ കണ്ടു, പല തത്തകളെ കണ്ടു, കുരങ്ങന്മാരെ കണ്ടു, പല വലിയ വലിയ ഓർക്കിഡുകളെയൊക്കെ കണ്ടു. അമേസിംഗ്ലി ഐ വാസ് ഇൻ ഹംഗ്രി. അപ്പോഴും എനിക്ക് എന്തുണ്ട്? ഞാൻ വിശന്നിട്ടല്ല നോക്കിയിരുന്നു. ഐ റെസിസ്റ്റഡ് ഡെലീഷ്യസ് ലുക്കിംഗ് ഫ്രൂട്ട്. നല്ല മനോഹരമായ ഫ്രൂട്ട്സ് ഒക്കെ കാണാനുണ്ട്, പക്ഷെ ഞാൻ അതൊക്കെ റെസിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് വെച്ചു. ബിക്കോസ് ഹിയർ മെനി തിങ്സ് ദാറ്റ് ലുക്ക് ബ്യൂട്ടിഫുൾ ആൻഡ് ടെംപ്റ്റിംഗ് ആർ പോയ്സണസ്. കാണാൻ നല്ല ഭംഗിയുള്ളത്, നമ്മളൊരു പറയില്ലേ, കാണാൻ ഭംഗിയുള്ളത് തിന്നാൻ കൊള്ളില്ല എന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ പാടില്ല, അത് പോയ്സണസ് ആണെന്ന് എനിക്കറിയാം. ദ ജംഗിൾ ഈസ് ഫുൾ ഓഫ് ട്രാപ്പ്. ഇതൊക്കെ അമ്മയുടെ നിന്നും അച്ഛൻ്റെ കയ്യിൽ നിന്നും കിട്ടിയിരിക്കുന്ന അറിവായിരിക്കും കേട്ടോ. ദ ജംഗിൾ ഈസ് ഫുൾ ഓഫ് ട്രാപ്പ്. ജംഗിളിലെ ആ ഒരു കാടുകളിൽ മുഴുവൻ ട്രാപ്പുകളായിരിക്കും അവൾക്ക് അറിയാം. ആൻഡ് ഇറ്റ് ഈസ് എ ബാറ്റിൽ ഫീൽഡ് ഓൺ വിച്ച് റോട്ട് ആൻഡ് ഗ്രോത്ത് മാർച്ച് ഹാൻഡ് ഇൻ ഹാൻഡ്. അപ്പോൾ ഉയർച്ചകളും താഴ്ചകളും ഒക്കെ ഈ കാട്ടുകളിൽ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസും ഉണ്ടാവും, നല്ല കാര്യങ്ങളും ഉണ്ടാവും. ഓൾ ദ പ്ലാന്റ്സ് കംപ്ലീറ്റ് സ്റ്റീൽ സൺലൈറ്റ് ഫ്രം ഈച്ച് അതർ, ചോക്ക് ഈച്ച് അതർ ആൻഡ് ദെൻ ഹംഗ്രിലി കൺസ്യൂം ദ കാഡവേഴ്സ് ഓഫ് ദർ വിക്ടം ഇൻ ഓർഡർ ടു ലിവ്. അപ്പോൾ ഒരാൾ എന്താ ചെയ്യുക? ചെടികളാവുമ്പോൾ അവർ ഒരാൾ വലിച്ചെടുത്ത സൺലൈറ്റ് അടുത്ത ആൾ വലിച്ചെടുക്കുന്നു. അവിടെ അങ്ങനെയുള്ളൊരു മത്സരമുണ്ട്. ഇനി മൃഗങ്ങളുടെ അവസ്ഥ നോക്കിയാൽ എങ്ങനെയാണ്? ഒരാളെ കൊന്നിട്ട് മറ്റൊരാൾ ഭക്ഷിക്കുന്നു, എന്നിട്ട് ആൾ വലുതാവുന്നു. ഇതൊക്കെ കാട്ടിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ദ ഓപ്പൺ വൂണ്ട് ഓൺ മൈ ഫുഡ് വാസ് ഗെറ്റിംഗ് വേഴ്സ് ഡ്യൂ ടു ഇൻഫെക്ഷൻ ബൈ ഇൻസെക്റ്റ്. ഓരോ പ്രാണികളും വന്നിട്ട് ഇങ്ങനെ ആ ഓരോ മുറിവുകളിലും കൂടുതൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുകയാണ്. എവറി ടൈം ദ ഫ്ലൈസ് ടങ് ദേ വേർ ലേയിങ് എഗ്സ് ഇൻ മൈ വൂണ്ട്സ്. ഓരോ വട്ടം ഓരോ പാറ്റകളായാലും ഓരോ ഈച്ചകളായാലും ഓരോ ഫ്ലൈസ് ആയാലും എല്ലാ പ്രാണികളും വന്നിട്ട് എൻ്റെ ഈ മുറിവുകളിൽ എന്താണ്? മുട്ടയിടുകയാണ്. ഔട്ട് ഓഫ് വിച്ച് വേർ ഹാച്ചിങ് മാങ്കോട്ട്സ്. അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു പുഴുക്കളൊക്കെ വരുന്നു. ഹെൽപ്ലെസ്ലി ഐ വാച്ച്ഡ് ദം എമേർജ്. ഈച്ച് വൺ വാസ് അബൌട്ട് എ സെൻറ്റിമീറ്റർ ലോങ്. ഓരോ സെൻറ്റിമീറ്ററും നീളമുള്ള പുഴുക്കൾ. ദേ വർ ഈറ്റിംഗ് മീ അലൈവ്. എന്നെ ജീവനോടെ അവർ തിന്നുകൊണ്ടിരിക്കുക. ഗോഡ് ഹെൽപ്പ് മീ ഐ തോട്ട്. ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. ദേ വിൽ ആം ടു ടൈറ്റ് എന്ന് പറഞ്ഞാൽ മുറിച്ച് കളയുക. ഇഫ് ഐ എവർ സർവൈവ്. ഞാൻ ഇനിയും സർവൈവ് ചെയ്യണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ അതെന്ത് ചെയ്യണം? മുറിച്ച് കളയണം. അതാണ് ആംബുറ്റൈറ്റ് എന്നുള്ള ഒരു മീനിങ്. The river that I painstakingly followed was widening whenever I could get a good view ahead. I risked swimming. അപ്പോൾ ആ ഒരു വേദനയോടെ മനസ്സിലാക്കിയ കാര്യം എന്താണ്? ഓരോ ഓരോ ചെറിയ അരുവികളിൽ നിന്നും വലിയ അരുവികളിലേക്ക് എത്തുമ്പോൾ അത് പിന്നീട് വലുതായി പോവുകയാണ്, എവിടെ എത്തുന്നില്ല. Along on land, I picked my way careful to watch where I put my feet because the rotting ഫോയിലേജ് എന്ന് പറഞ്ഞാൽ പച്ചില പടർപ്പ് എന്ന് പറഞ്ഞാൽ കുറേ ഇലകൾ ഇങ്ങനെ വീണ് കിടക്കുക. അതിലൂടെ നടക്കുമ്പോൾ സൂക്ഷിച്ചാണ് നടത്തത്. കൺസീൽ എ സ്നേക്ക് ഓർ എ പോയ്സണസ് തോൺ ബാക്ക് ക്രാബ്. അപ്പോൾ അതിൽ പാമ്പുകൾ ഉണ്ടായിരിക്കാം. പോയ്സണസ് ഉള്ള മുള്ളുകളുള്ള ക്രാബ്, ഞണ്ടുകൾ ഉണ്ടെങ്കിൽ, ഇഫ് യു ട്രെഡ് ഓൺ എ ക്രാബ് ഐ ടോൾഡ് മൈസെൽഫ് യു ആർ ഡൺ ഫോർ. നീ അറിയാതെ എങ്ങാനും ഒരു ക്രാബുമ്മ ചവിട്ടുകയാണെങ്കിൽ നിൻ്റെ കാര്യം കഴിഞ്ഞു എന്ന് അവളോട് തന്നെ പറയാണ് കേട്ടോ. കാരണം എന്താ? വിഷമുള്ള ഞണ്ടുകളാണ് അവിടെ കൂടുതൽ. വാക്കിംഗ് ഹാഡ് ബിക്കം പ്രോഗ്രസീവ്ലി ഹാർഡർ. നടക്കുന്ന ഓരോ വഴികളും കൂടുതൽ കഠിനമായിക്കൊണ്ടിരിക്കുക. ദ ലാക്ക് ഓഫ് ഫുഡ് ആൻഡ് ദ ഹ്യൂമിഡ് 45 ഡിഗ്രി ഹീറ്റ് ഹാഡ് മെയ്ഡ് മീ വീക്കർ. ആ ഒരു ഭക്ഷണമില്ലായ്മയും ചൂടും കുറച്ചും കൂടി വീക്കായിക്കൊണ്ടിരിക്കുക, ക്ഷീണിപ്പിച്ചുകൊണ്ടിരുന്നു അവളെ. ദ റിവർ വാസ് നൗ സോ സ്വിഫ്റ്റ് ദാറ്റ് ഐ കുഡ് നോ ലോങ്ങർ സ്വിം ഇൻ. അതുപോലെ ആ ഒരു റിവറിലൂടെ നീന്താൻ പറ്റുന്നില്ല, കാരണം നല്ല ഫാസ്റ്റിലാണ് വരുന്നത്, അതുകൊണ്ട് അതിലൂടെ നീന്താനും പറ്റില്ല. ലേറ്റ് വൺ ആഫ്റ്റർനൂൺ, ഒരു വൈകുന്നേരം, ഐ വാസ് ലുക്കിംഗ് ഫോർ എ സ്പോട്ട് ടു ലൈ ഡൗൺ ഫോർ ദ നൈറ്റ്. രാത്രി കിടക്കാനായിട്ട് ഒരു സ്ഥലം നോക്കുകയാണ്. ഐ വാസ് ലുക്കിംഗ് ഫോർ എ സ്പോട്ട് ടു ലൈ ഡൗൺ ഫോർ ദ നൈറ്റ്. ഇറ്റ് വാസ് ദ 10th ഡേ. അന്ന് 10ാമത്തെ ദിവസമായിട്ടുണ്ടായിരുന്നു. ആസ് ഐ ലേറ്റർ റീകൺസ്ട്രക്റ്റഡ് ഇറ്റ് സഡൻലി ഐ സോ എ ബോട്ട് മോർഡ് ഓൺ ദ റിവർ ബാങ്ക്. ആ റിവർ ബാങ്കിൻ്റെ അടുത്ത്, ആ നദീതീരത്തിൻ്റെ അടുത്ത് ഒരു തരിശു ഭൂമിയിൽ ഒരു ബോട്ട് നിൽക്കുന്നതായിട്ട് കണ്ടു. ആൻഡ് ദർ വാസ് എ പാത്ത് ലീഡിങ് ടു സ്മോൾ ഹട്ട്. ആ ഒരു വഴി, അത് പോകുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഒരു ഹട്ടിലേക്കാണെന്ന് മനസ്സിലായി. അവിടെ ഒരു പാത്തും ഉണ്ടായിരുന്നു, വഴിയും ഉണ്ടായിരുന്നു. ഐ എൻറ്റേർഡ് ആൻഡ് സോ ഓൺ ദ ഫ്ലോ എ സ്മോൾ ഔട്ട്ബോർഡ് മോട്ടർ. അവിടെ ചെന്നപ്പോൾ ഒരു വലിയൊരു മോട്ടർ, ഒരു ചെറിയ മോട്ടർ കണ്ടു. കെയർഫുള്ളി റാപ്ഡ് ഇൻ പ്ലാസ്റ്റിക്കിൽ അത് പൊതിഞ്ഞിരിക്കുകയാണ്. ആൻഡ് എ ക്യാൻ ഓഫ് പെട്രോളിൻ്റെ ഒരു ക്യാനും. ക്ലിയർലി സംവൺ വുഡ് ബി കമ്മിങ് ബാക്ക്, ബട്ട് വെൻ. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഇവിടേക്ക് ആരോ വരും, പക്ഷേ എന്ന് വരും. ഐ ലേ ഡൗൺ ഓൺ ദ ഫ്ലോർ ആൻഡ് സ്ലെപ്റ്റ് ബാഡ്ലി ബിക്കോസ് ഐ കെപ്റ്റ് ലിസണിങ് ടു ഹ്യൂമൻ വോയിസസ്. അപ്പോൾ അവൾ അവിടെ നിലത്ത് കിടന്നു, പക്ഷെ ഉറങ്ങിയില്ല. കാരണം എന്താണ്? ഇതെല്ലാം മനുഷ്യന്മാരുടെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് അറിയാൻ. ബട്ട് ഐ ഹിയർഡ് ഓൺലി ദ സ്ക്രീമിങ് ഓഫ് മങ്കീസ് ആൻഡ് ദ സ്ക്രീച്ചിങ് ഓഫ് പാരറ്റ്. അപ്പോൾ പക്ഷേ കുരങ്ങന്മാരുടെയും ബാക്കിയുള്ള കുറേ
പാരക്കീറ്റ്സ് എന്താണ് നമ്മുടെ തത്തകളെ പറയുന്നത്, പാരറ്റിനെ പറയുന്നുണ്ട്. അവരുടെ ശബ്ദം മാത്രമേ, നിലവിളികൾ മാത്രമേ കേൾക്കാനുള്ളൂ. അറ്റ് അതർ ടൈം സംതിങ് സീം ടു ബി മൂവിങ് ഔട്ട്സൈഡ് ഡേഞ്ചറസ്ലി നിയർ. ദ നെക്സ്റ്റ് മോർണിംഗ് ഐ വോണ്ടഡ് ടു പുഷ് ഓൺ. ഇറ്റ് മൈറ്റ് ബി ഡേയ്സ് ഈവൻ വീക്സ് ബിഫോർ ദ പീപ്പിൾ കെയിം ഫോർ ദി ബോട്ട്. അപ്പോൾ ചിലപ്പോൾ മാസങ്ങളാവാം, ചിലപ്പോൾ ആഴ്ചകളാവാം, ചിലപ്പോൾ ദിവസങ്ങൾ എടുക്കുമായിരിക്കും ഈ ഒരു ബോട്ട് തെരഞ്ഞു പിടിച്ച്, അല്ലെങ്കിൽ ഈ ഒരു ബോട്ടിൻ്റെ അവകാശികൾ എത്താനായിട്ട്. ബട്ട് ഐ ഡിഡിൻ വോണ്ട് ടു ടേക്ക് എ ബോട്ട് വിച്ച് ബിലോങ് ടു സംവൺ എൽസ്. മറ്റൊരാളുടെ ബോട്ട് എടുത്ത് പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഹവർ ദ റെയിൻ വാസ് പോറിങ് ഡൗൺ അഗെയിൻ. വീണ്ടും മഴ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സോ ഐ സ്റ്റേഡ് ഇൻ ദ ഹട്ട്. അതുകൊണ്ട് അവൾ ആ ഹട്ടിൽ തന്നെ കുറച്ച് നേരം കൂടി നിന്നു. ദെൻ ഐ ഹിയർഡ് വോയിസസ്. അപ്പോൾ ഞാൻ 3 ആൾക്കാരുടെ വോയിസസ് കിട്ടു. ആൻഡ് 3 men plunged in form of downpour. Well, one of them exclaimed in Spanish. exclaimed എന്ന് പറഞ്ഞാൽ ഉറക്കെ ശബ്ദമുണ്ടാക്കുക. സ്പാനിഷ് ലാംഗ്വേജിലാണ് പറയുന്നത്. വാട്ട് ഹാവ് വി ഹിയർ? ദ മെൻ വേർ മെസ്റ്റേഴ്സ്, ഹാഫ് വൈറ്റ് ഹാഫ് ഇന്ത്യൻ ഹണ്ടേഴ്സ്. അപ്പോൾ ആരായിരുന്നു ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വേട്ടയാടുന്ന ആൾക്കാരായിരുന്നു അവർ. കുറച്ച് പേര് വൈറ്റ് ഇന്ത്യൻസും എന്ന് വെച്ചാൽ ഹാഫ് വൈറ്റ്, കുറച്ച് ബ്രിട്ടീഷ് അങ്ങനെയുള്ള ആൾക്കാരും കുറച്ച് ഇന്ത്യൻസും ഉണ്ടായിരുന്നു. ദേ ടോൾഡ് മീ ദേ ക്യാപ്റ്റ് സെവറൽ ഹട്ട്സ് ഇൻ ദ ജംഗിൾ ഫോർ ദ എക്സ്പെഡീഷൻ. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പരിയാടിന് ഈ വേട്ടയാടുന്ന ആൾക്കാർ ഓരോ സ്ഥലങ്ങളിലായിട്ട് അവരിങ്ങനെ ചെറിയ ചെറിയ ഹട്ടുകൾ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ദേ ന്യൂ അബൌട്ട് ദ ക്രാഷ് ആൻഡ് വൺ ഓഫ് ദം ഹാഡ് ആക്ച്വലി ബീൻ ഇൻ ദ സെർച്ച് പ്ലെയിൻ വിച്ച് ഫ്ലൂ ഓവർ ദ ജംഗിൾ ആഫ്റ്റർ ദ ആക്സിഡൻറ്റ്. അപ്പോൾ അവർക്ക് അറിയാം ഇങ്ങനെ ഒരു പ്ലെയിൻ ക്രാഷ് നടന്ന കാര്യം അവർ അറിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല അതിൽ ഒരാൾ, ഈ കുറേ പ്ലെയിനുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മരിച്ച ആൾക്കാർ, അല്ലെങ്കിൽ എവിടെയാണ് കറക്റ്റായിട്ടുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലെ ഒരാൾ ഇദ്ദേഹമായിരുന്നു, ഈ കൂട്ടത്തിലെ ഒരാളായിരുന്നു. വി കുഡ് സീ നത്തിങ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഇവിടെ വന്ന് തെരഞ്ഞു, പക്ഷേ ഞങ്ങൾ ആരെയും കാണാൻ പറ്റിയിട്ടില്ല. ഹി സെഡ് നോ പീപ്പിൾ നോ റെക്കേജ്. ഒരു ആൾക്കാരും കാണുന്നില്ല, ഒരു അവശിഷ്ടങ്ങളും. റെക്കേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവശിഷ്ടങ്ങളും കാണാൻ പറ്റിയിട്ടില്ല. ദി വാഷ്ഡ് മീ വിത്ത് സോൾട്ട് വാട്ടർ ആൻഡ് പുട്ട് സ്ലേവ് ഓൺ മൈ വൂണ്ട്സ്. സാൽവ് ഓൺ മൈ വുഡ്സ്. ഈ ഒരു സാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കുഴമ്പ്. ആദ്യം ഉപ്പുവെള്ളം കൊണ്ട് ആ കുട്ടിയുടെ വൂണ്ട്, ആ മുറിവുകളൊക്കെ കഴുകിയിട്ട് കുഴമ്പ് വെച്ച് കൊടുത്തു. ദേ മെയ്ഡ് ഫ്രൂട്ട് മാറ്റ് ഫോർ മീ. ഫ്രൂട്ടിൻ്റെ ഒരു ജ്യൂസ് പോലെ അത് കൊടുത്തു. ബട്ട് ഐ വാസ് അൺഏബിൾ ടു ഈറ്റ്. പക്ഷെ ആ കുട്ടിക്ക് കുടിക്കാൻ പറ്റിയില്ല. ഇയർലി നെക്സ്റ്റ് മോർണിംഗ് ദേ ഗോട്ട് ദ ബോട്ട് റെഡി ആൻഡ് ടുക്ക് മീ ഡൗൺ. അപ്പോൾ എന്ത് ചെയ്തു? ആ റിവറിലൂടെ അടുത്ത മോർണിംഗ് തന്നെ ബോട്ട് എടുത്ത് ഇവർ ആ കുട്ടീനെ കൊണ്ടുപോവാണ്. മൈ റിവർ ഇറ്റ് വാസ് ദ ഷിബോയ്. അപ്പോൾ ഷിബോയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിവറായിരുന്നു അത്. ബിക്കെയിം വൈഡർ. അത് ഒന്നും കൂടി വലുതായിട്ടുണ്ട്. സ്വിഫ്റ്റ് ആൻഡ് മോർ ഡേഞ്ചറസ്. കുറച്ചും കൂടി വേഗത്തിലാണ് വെള്ളം വരുന്നത്. അതുമാത്രമല്ല നല്ല ഭയാനകമായിട്ടുണ്ട്. ഐ ലുക്ക്ഡ് അറ്റ് ദ ഷോ വേർ ഐ വുഡ് ഹാവ് ഹാഡ് ടു വോക്ക് ആൻഡ് സോ ദാറ്റ് ഇറ്റ് ബിക്കെയിം മോർ ആൻഡ് മോർ ഇംപാസിബിൾ എന്ന് പറഞ്ഞാൽ ദുർഘടമായി. അപ്പോൾ ഈ കുട്ടി ആ ഒരു ഹട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ കുട്ടിക്ക് മുന്നോട്ട് പോകണമല്ലോ. ആ പോകണമെന്ന് വിചാരിച്ചിരുന്ന വഴിയൊക്കെ കൂടുതൽ ദുർഘടമായിട്ട്, അപകടകരമായിട്ടാണ് ആ കുട്ടി കണ്ടത്. ഇറ്റ് ടുക്ക് us hours to get in more and more impassable. അപ്പോൾ ദുർഘടമായ അവസ്ഥയിലൂടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കുറേ ടൈം എടുത്തു. ഇറ്റ് ടുക്ക് us hours to get the jungle settlement of ടൂർണവെസ്റ്റ. പീപ്പിൾ കെയിം റണ്ണിങ് ആൻഡ് ഷൗട്ടിങ് ടു സ്റ്റെയർ അറ്റ് മീ. വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ അപ്പോൾ ആ ബോട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിയപ്പോൾ എല്ലാവരും ഓളിട്ടുകൊണ്ടാണ് വരുന്നത്. എല്ലാവരും ഈ കുട്ടിയെ തുറച്ചു നോക്കുക. സ്റ്റെയർ ചെയ്യാന്ന് പറയുന്നത് എന്താ? തുറച്ചു നോക്കുന്നുണ്ട്. വൺ ഓഫ് മൈ റെസ്ക്യൂർ എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ രക്ഷിച്ച ഒരാൾ, രക്ഷകൻ. അപ്പോൾ ഈ 3 ആൾക്കാരുണ്ടായിരുന്നു. അതിലെ ഒരു രക്ഷകൻ പറഞ്ഞു, my eyes were so bloodshot they looked entirely red and my face was disfigured and swollen out of shape from the insect bite. My arms and legs were pocked with worm lesions. I looked like a living nightmare. അപ്പോൾ അയാൾ വിശദീകരിച്ച് കൊടുക്കുകയാണ് ഈ കുട്ടിയെ ഇങ്ങനെ എന്ത് കണ്ണൊക്കെ ചുവന്നിരിക്കുന്നത് ആ കുട്ടിക്ക് ഇത്രയും നാൾ കാട്ടിലായിരുന്നു, പിന്നെ മേലൊക്കെ ആകെ വീർത്തിരിക്കുന്നത് കുറേ ഇൻസെക്റ്റൊക്കെ ആ കുട്ടീനെ കടിച്ചിട്ടാണ്, കുറേ മുറിവുകളുണ്ട്, അങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. നൈറ്റ് മെയർ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ദുസ്വപ്നം, രാത്രി കാണുന്ന സ്വപ്നം, പേടിപ്പിക്കുന്ന സ്വപ്നമൊക്കെ പറയില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്വപ്നം കണ്ട പോലെ എല്ലാവരും നോക്കി നിൽക്കുക ഈ കുട്ടിയെ. 11.5 days after our crash, I again boarded a plane, a small twin-engine machine that took me to the US mission base of the Summer Institute of Linguistics near Pucallpa, where an American doctor looked at me. അപ്പോൾ 11.5 ദിവസമായിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഈ ഒരു ക്രാഷ് നടന്നിട്ട്, ഈ ഒരു എയറോപ്ലെയിൻ്റെ ക്രാഷ് നടന്നിട്ട്. അതിനുശേഷം വീണ്ടും ഞാൻ എയറോപ്ലെയിൻ കയറിയിട്ട് തിരിച്ചു വരികയാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ ഡയറക്ഷൻ സെർച്ച് പ്ലെയിൻ ഫൗണ്ട് ദ റെക്കേജ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്, ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഉണ്ടായത്, അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അതിൽ നിന്ന് ആൾക്കാർ പോയിട്ട് സെർച്ച് നടത്തി അവിടെ നിന്ന് കുറേ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഡാഡി അറൈവ്ഡ് ടു സ്റ്റേ ബൈ മൈ സൈഡ്. അച്ഛൻ ഉടനെ നിന്ന് എൻ്റെ അടുത്ത് നിന്നു. ഹി ടോൾഡ് മീ ദാറ്റ് ഐ ഹാഡ് സസ്പെക്റ്റഡ്. ഞാൻ ഊഹിച്ച കാര്യം തന്നെയാണ് അച്ഛൻ പറഞ്ഞത്. എന്താണ്? മൈ മദർ വാസ് ഡെഡ്. എൻ്റെ അമ്മ മരിച്ചു. സെർച്ചേഴ്സ് ഫൗണ്ട് ദ ഇലക്ട്ര സ്കാറ്റർഡ് ഓവർ 60 കിലോമീറ്റർ ഓഫ് ജംഗിൾ. ആ ഒരു കാട്ടിൽ നിന്ന് 16 കിലോമീറ്ററോളം
ഈ ഒരു പ്ലെയിൻ്റെ ഓരോ പാർട്സ് കിട്ടിയിരുന്നു. ദ കോസ് ഓഫ് ദ ക്രാഷ് ആൻഡ് ഹൗ ജൂലിയൻ ഗോട്ട് സേഫ്ലി ഡൗൺ ആർ അൺനോൺ. എങ്ങനെയാണ് ഈ ഒരു കുട്ടി മാത്രം ഇങ്ങനെ രക്ഷപ്പെട്ടതെന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. One theory is that the plane exploded at 3000 meters, that the fall of some pieces was cushioned by an enormous upward current of air in the storm. 3000 നമ്മുടെ ഒരു ഭൂമിയിൽ നിന്ന് അകലെയുള്ള സമയത്താണ് പ്ലെയിൻ എന്ത് ചെയ്യുന്നത്, ക്രാഷ് ആവുന്നത്. പിന്നെ ആ സ്റ്റോമിൻ്റെ ആ ഒരു കൊടുങ്കാറ്റിൻ്റെ കയ്യിലായിരുന്നു ഓരോ ഭാഗങ്ങളും. അങ്ങനെയാണ് 16 കിലോമീറ്ററോളം ഇത് തെറിച്ച് വീണിരിക്കുന്നത്. അതിൽ നിന്ന് എങ്ങനെയോ ഈ കുട്ടി രക്ഷപ്പെട്ടു. അപ്പോൾ ഇതാണ് സ്റ്റോറി. ആ കുട്ടിക്ക് പേടിയായി, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നിരുന്നെങ്കിൽ ആ കുട്ടി ഇതൊക്കെ അതിജീവിച്ച് ആ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് എത്തുമോ? ഇല്ല. അപ്പോൾ ആ കുട്ടിക്ക് ഒരു മൈൻഡ് ഉണ്ടായി, ഇത്രയും പ്രശ്നം വന്നാലും ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടും. അമ്മയില്ല, അമ്മയുടെ ഒപ്പമാണ് വന്നത്, അമ്മയില്ല. ഇത്രയും ഇതിൽ ആ കുട്ടി ഫ്രൈറ്റൻഡ് അല്ലെങ്കിൽ എഫ്രൈഡ്, പേടിച്ചു നിന്നോ? ഇല്ല. ആ കുട്ടിക്ക് ഒരു തരത്തിലുള്ള ഫിയറും ഉണ്ടായില്ല. ആ കുട്ടി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഇതുപോലെ തന്നെയാണ് ലൈഫിൽ നമ്മളും വേണ്ടത്. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളവിടെ പതറുകയല്ല ചെയ്യുക, നമ്മൾ മുന്നോട്ട് പോകണം. അത് നമ്മളെ സക്സസ്സിൽ കൊണ്ടെത്തും. കാര്യം ശരിയാണ്, ആ കുട്ടിക്ക് അമ്മ നഷ്ടപ്പെട്ടു. എന്നാലും ആ കുട്ടിയെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ അമ്മയെയും കുട്ടിയെയും കാത്തിരിക്കുന്ന അച്ഛനുണ്ട് അവിടെ. അച്ഛനരികിലേക്ക് എത്താൻ പറ്റി. ഇനി നമുക്കിതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, വൈ ഡിഡ് ദ നരേറ്റർ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ദ ജംഗിൾ. എന്തുകൊണ്ടാണ് ഈ നരേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കുട്ടിയാണ് കേട്ടോ. ആ കുട്ടി ഇത്രയും സമയം ആ ജംഗിളിൽ നിന്നത് എന്തുകൊണ്ടായിരിക്കും? The narrator spent a lot of time in the jungle as her father, an ecologist, and her mother, an ornithologist, carried out their research in the jungle. അപ്പോൾ ആ കുട്ടി ഇത്രയും കാലം കുറേ നാൾ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം, കുറേ നാൾ കുട്ടി ജംഗിളിൽ നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അച്ഛൻ ഒരു പരിസ്ഥിതി സേവകൻ അല്ലെങ്കിൽ ഒരു എക്കോളജിസ്റ്റാണ്. അമ്മ എന്ന് പറയുന്നത് ഓർണിത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ഷിയുടെ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെ ആ കുട്ടിക്ക് നിൽക്കേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് വൺ, വൈ വാസ് ദർ എ ഹോളിഡേ മൂഡ് ഇൻ ദ പ്ലെയിൻ. എന്തുകൊണ്ടാണ് ആ പ്ലെയിൻ ഒരു ഹോളിഡേ മൂഡ് ഉണ്ടായിരുന്നത്? എവരിബഡി വാസ് റീഡിങ് ആൻഡ് ചാറ്റിങ് ആൻഡ് എൻജോയ് ദ ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റിൽ കുറേ പേര് വായിക്കുന്നുണ്ട്, കുറേ പേര് എന്ത് ചെയ്യുന്നു, സംസാരിക്കുന്നുണ്ട്. സോ ദർ വാസ് എ ഹോളിഡേ മൂഡ് ഓൺ ദ പ്ലെയിൻ. അതുകൊണ്ട് ഒരു അവധിക്കാല മൂഡൊക്കെ ആ ഒരു പ്ലെയിനിൽ വന്നു. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ദ ഫ്ലൈറ്റ് ടുക്ക് ഓഫ്, ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു പ്ലെയിൻ പൊങ്ങിയതിന് ശേഷം എന്താണ് ഉണ്ടായത്, നിങ്ങളുടേതായ ഭാഷയിൽ എഴുതുക. 30 minutes after departure, the plane was over the jungle. അപ്പോൾ ഉയർന്നതിന് ശേഷം ആ പ്ലെയിൻ കാടിന് മുകളിലെത്തി. സഡൻലി ഇറ്റ് ഫ്ലൂ ഇൻ ടു എ തണ്ടർസ്റ്റോം ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ഷേക്കിംഗ് ആസ് ഇഫ് ഇറ്റ് വാസ് ടോയ്. ഒരു കളിപ്പാട്ടം എന്ന നിലയ്ക്ക് പെട്ടെന്ന് അത് എന്ത് ചെയ്തു, തണ്ടർസ്റ്റോമിൽ കയറി. എന്ന് പറഞ്ഞാൽ ആ ഒരു കൊടുങ്കാറ്റിൽ കയറി, അതിനുള്ളിൽ അകപ്പെട്ടു. എന്നിട്ട് ഷെയ്ക്ക് ചെയ്യുക, കുലുങ്ങാൻ തുടങ്ങി, അല്ലെങ്കിൽ അത് പിടിച്ച് കുലുക്കാൻ തുടങ്ങി, ഒരു കളിപ്പാട്ടത്തിനെ പോലെ. ദ പീപ്പിൾ വർ ക്വൈറ്റ് അഫ്രൈഡ് ആൻഡ് ദേ സ്റ്റാർട്ടഡ് ടു സ്ക്രീം ആൻഡ് ക്രൈ. എല്ലാ ആൾക്കാരും പേടിച്ചു, കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. ദ ഗേൾസ് മദർ സെഡ് ദാറ്റ് ഇറ്റ് വാസ് ഓൾ ഓവർ. അപ്പോൾ കുട്ടിയുടെ അമ്മ പറഞ്ഞു എല്ലാം കഴിഞ്ഞു. ദ വാസ് എ വയലന്റ് ഷേക്കിംഗ് ആൻഡ് ദ ഗേൾ ഫൗണ്ട് ഹെർ സെൽഫ് ഔട്ട്സൈഡ് ദ പ്ലെയിൻ ആൻഡ് ഫാളിംഗ് ഡൗൺ. അപ്പോൾ അവിടെ തന്നെ ഒരു വയലൻ്റ് ആയിട്ട് പേടിപ്പിക്കുന്ന രീതിയിലൊരു ഷേക്കിംഗ് ആണ് ഉണ്ടായത്. ആ കുട്ടി എന്ത് ചെയ്തു? ദ ഗേൾ ഫൗണ്ട് ഹെർ സെൽഫ് ഔട്ട്സൈഡ് ദ പ്ലെയിൻ ആൻഡ് ഫാളിംഗ് ഡൗൺ. ആ പ്ലെയിനിൽ ആ കുട്ടി മാത്രം പുറത്തേക്ക് പോയി എവിടെയോ വീണു. ഫോർത്ത് വൺ, വൈ ഡിഡ് ജൂലിയൻ മദർ സേ നൗ ഓൾ ഓവർ. അവിടെ ജൂലിയൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എല്ലാം കഴിഞ്ഞു എന്ന്. എന്തുകൊണ്ടാണ്? ജൂലിയൻസ് മദർ സെഡ് സോ ബിക്കോസ് ഷീ അണ്ടർസ്റ്റുഡ് ദ പ്ലെയിൻ വാസ് അബൌട്ട് ടു ക്രാഷ് ആൻഡ് ദേ വർ ഗോയിങ് ടു ഡൈ. കാരണം ജൂലിയൻ്റെ അമ്മയ്ക്ക് അറിയായിരുന്നു ഈ പ്ലെയിൻ ഇടിഞ്ഞ് എന്താ പറയുക, ക്രാഷ് ചെയ്യുക, വലിയൊരു ആപത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മരിക്കുമെന്ന് അറിയായിരുന്നു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ ജംഗിൾ ട്രീസ് ലുക്ക് ലൈക്ക് ഫ്രം അബവ്. മുകളിൽ നിന്ന് നോക്കിയപ്പോൾ ആ കുട്ടി ആ ഒരു കൊടുങ്കാറ്റിൽ പെട്ടു. അങ്ങനെ നോക്കിയപ്പോൾ ട്രീസ് എന്തായിട്ട് ആ കുട്ടിക്ക് തോന്നിയത്? ദ ലുക്ക് ലൈക്ക് കോളിഫ്ലവർ പോലെ തോന്നിയത്. വാട്ട് മൈറ്റ് ഹാവ് ഹാപ്പൻ ടു ജൂലിയൻ എന്താവും സംഭവിച്ചിട്ടുണ്ടാവുക? ഫെൽ ടു ദ ഗ്രൗണ്ട് വിത്ത് ദ സീറ്റ് ഇൻ ടു ദ വാച്ച് ഷി വാസ് സ്ട്രാപ്ഡ്. ആ കുട്ടി സീറ്റിലിങ്ങനെ സീറ്റൊക്കെ സ്ട്രാപ്പ് ചെയ്ത് പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. അതോടുകൂടി ആ കുട്ടി പോയിട്ട് വീഴുകയാണ്. ഫെൽ ടു ദ ഗ്രൗണ്ട് വിത്ത് ദ സീറ്റ്. അപ്പോൾ ആ ഒരു ഗ്രൗണ്ടിലേക്ക് സീറ്റോട് കൂടിയിട്ട് ആ കുട്ടി പോയി വീഴുകയാണ്. What was Julian forced to spend the whole night lying under the seat half asleep? 7th ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് ആ ജൂലിയൻ എന്ത് ചെയ്തു? ആ 3 സീറ്റുകളുടെ താഴെയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഹാഫ് അസ്ലീപ്പ് ആയിരുന്നു. കാരണം ആ കുട്ടിക്ക് എന്താണ്, മയക്കത്തിലായിരുന്നു. ഉണർവുണ്ട്, എന്നാൽ ചെറിയൊരു മയക്കത്തിലാണ്. ഹാഫ് അസ്ലീപ്പ് എന്ന് നമ്മൾ പറയാതിനെ. ഈവൻ ദോ എ ബംപ് ഓൺ ഹെർ ഹെഡ്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? അവളുടെ തലയിൽ ഒരു മുഴയുണ്ട്. ആൻഡ് എ ഗ്യാഷ് ഇൻ ഹെർ ഫുഡ് ഡിഡിൻ ഗിവ് ഹെർ എനി പെയിൻ. കാലിൽ ഒരു വലിയ മുറിവുണ്ട്, പക്ഷേ ഇതൊന്നും അവൾക്ക് വേദന കൊടുത്തില്ല. ഷി കുഡിൻ മസ്റ്റർ ദ എനർജി ടു മൂവ് ഓർ ലുക്ക് അറൗണ്ട്. പക്ഷേ അവൾ ചുറ്റും നോക്കാനോ നടക്കാനോ ഉള്ള എനർജി സംഭരിക്കാൻ പറ്റിയില്ല. സോ ഷീ സ്പെൻഡ് ദ നൈറ്റ് ഹാഫ് അസ്ലീപ്പ്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഒരു ഹാഫ് അസ്ലീപ്പ്, ഉറങ്ങുന്നുമില്ല എന്നാൽ ഉണർന്നിരിക്കുന്നുമില്ല, അതുപോലെ നിന്നു.
എയ്ത്ത് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ഷീ പിക്ക് അപ്പ് എ ലോങ് സ്റ്റിക്ക്? എന്തുകൊണ്ടാണ് വലിയൊരു വടി അവൾ എടുത്തത്? ജൂലിയൻസ് പാരൻസ് ഹാഡ് ടോട്ട് ഹർ ദാറ്റ് ഇൻ ദ ജംഗിൾ ദർ വർ പോയ്സണസ് സ്നേക്ക് ആൻഡ് ഇൻസെക്ട്. ജൂലിയൻ്റെ പാരൻസ് പറഞ്ഞിട്ടുണ്ട് കാടിലെ വലിയ വലിയ പോയ്സണുള്ള വിഷമുള്ള പാമ്പുകളും പ്രാണികളും ഉണ്ടാകും. സോ ഷീ പിക്ഡ് അപ്പ് എ ലോങ് സ്റ്റിക്ക് ടു പ്രോപ്പ് ദ ഗ്രൗണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇട്ട് തരയാൻ വേണ്ടിയിട്ട് അവളൊരു ലോങ് സ്റ്റിക്ക് വടി കൈപിടിച്ചു. Ninth question, according to the narrator, big animals are less dangerous than small one in the jungle. Do you agree? Give reasons. നരേറ്റർ നമ്മുടെ ഈ ഒരു പെൺകുട്ടി പറയുന്നത് വലിയ മൃഗങ്ങളെക്കാൾ പേടിക്കേണ്ടത് ചെറിയ ആ ഒരു മൃഗങ്ങളെ എന്നല്ല പ്രാണികൾ പാമ്പുകളെയൊക്കെയാണ്, അതാണ് ഭയാനകം. നിങ്ങളുടെ അഭിപ്രായം എന്താ? യെസ്, ഇൻ ദ ജംഗിൾ വി ഹാവ് ടു ബി കെയർഫുൾ അബൌട്ട് സ്മോൾ അനിമൽസ് ആൻഡ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സ്പോട്ട് ദം. സം ഓഫ് ദം ആർ വെന്യൂമസ് ടു. അപ്പോൾ ഇവിടെ നമുക്കറിയാം കാടുകളിൽ വലിയ മൃഗങ്ങളെ നമുക്ക് കാണുകയെങ്കിലും ചെയ്യാം, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒളിച്ചിരിക്കാം, രക്ഷപ്പെടാം ഒക്കെ ചെയ്യാം. പക്ഷേ ഈ ചെറിയ ഒരു മൃഗങ്ങൾ എന്ന് പറയുന്നത് പ്രാണികളെ പറയാം അല്ലെങ്കിൽ പാമ്പുകളെ പറയാം, അവരിൽ നിന്ന് നമുക്ക് എന്താണ് പെട്ടെന്ന് അവരെ സ്പോട്ട് ചെയ്യുക, കണ്ടുപിടിക്കാൻ പറ്റില്ല. സം ഓഫ് ദം ആർ വെനമസ് എന്ന് പറഞ്ഞാൽ വിഷമുള്ളതുമാവാം. 10th ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ഷീ ഫൈൻഡ് എവറി സ്റ്റെപ്പ് ഇൻ ദ ജംഗിൾ ഡിഫിക്കൽട്ട്? ഓരോ സ്റ്റെപ്പും അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. എന്തുകൊണ്ട്? ഓവർഗ്രോൺ ടാങ്കിൾഡ് വൈൻസ് ഓൺ ദ ബാങ്ക് ഓഫ് ദ സ്ട്രീം ആൻഡ് ഹ്യൂജ് റോട്ടഡ് ട്രങ്ക് ദാറ്റ് ബയർഡ് അല്ലെങ്കിൽ ദ ബാറ്റ് ദ വേ മെയ്ഡ് എവറി സ്റ്റെപ്പ് ഇൻ ദ ജംഗിൾ ഡിഫിക്കൽട്ട് ഫോർ ജൂലിയൻ. അപ്പോൾ ഓവർഗ്രോൺ ടാങ്കിൾഡ് വൈൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മുന്തിരി വള്ളികളാവാം, വേറെ എന്തെങ്കിലും വള്ളികളാവാം, ഇതൊക്കെ ഇങ്ങനെ ചുറ്റിപ്പഴഞ്ഞ്, അതാണ് ടാങ്കിൾഡ് എന്ന് പറഞ്ഞാൽ, ചുറ്റിപ്പഴഞ്ഞ് കിടക്കുന്നുണ്ടായിരിക്കും. എവിടെ? നമ്മുടെ നദീതടങ്ങളിലായാലും അല്ലെങ്കിൽ ആ വലിയ വലിയ മരങ്ങളുടെ ട്രങ്ക്സ്, ഞാൻ പറഞ്ഞു അവരുടെ തായ് വേരുകൾ, വലിയ വലിയ വേരുകളായിരിക്കും. അതെല്ലാം അവൾക്ക് ഒരു ബാർഡ് എന്ന് പറഞ്ഞാൽ എന്താ, തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടായി. 11th വൺ, ഐഡൻറ്റിഫൈ ദ എക്സ്പ്രഷൻ ദാറ്റ് സജസ്റ്റ് ദ നറേറ്റർ ഹാഡ് എ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് അറ്റ് നൈറ്റ്. രാത്രികളിൽ ഒരു ഡിസ്റ്റർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഉറക്കമായിരുന്നു അവൾക്ക്. അത് നമുക്ക് എങ്ങനെ മനസ്സിലായി? അതിൻ്റെ എക്സ്പ്രഷൻ എന്താ? ദ എക്സ്പ്രഷൻ ഐ സ്ലെപ്റ്റ് ഫിറ്റ്ഫുള്ളി. ഞാൻ പറഞ്ഞു ഇടയ്ക്ക് ഇടവിട്ടാണ് അവൾ ഉറങ്ങിയിരുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഉറക്കമല്ല. 12th ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ഷീ ഫൈൻഡ് സെൻസ്ലെസ് ആൻഡ് വൈ? ഞാൻ ചെയ്യുന്നതൊരു ബോധമില്ലാത്ത കാര്യമാണ്, ബോധമില്ലായ്മയാണ് എന്ന് എന്തുകൊണ്ടാണ് അവൾ പറഞ്ഞത്? ഷീ ഫൗണ്ട് ഹെർ ക്രൈസ് ഓഫ് ഹെൽപ്പ് സെൻസ്ലെസ് ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് ഈസി ടു സ്പോട്ട് ഹെർ ഫ്രം ദ പ്ലെയിൻ. മോറോവർ ഹെർ വോയിസ് വുഡ് നോട്ട് റീച്ച് ദ റെസ്ക്യൂ ടീം. അവൾക്ക് ഇത് ഭയങ്കര ബോധമില്ലാത്ത കാര്യമാണെന്ന് തോന്നി. എന്ത്? ഷീ ഫൗണ്ട് ഹെർ ക്രൈസ്, അവളുടെ കരച്ചിൽ. പറഞ്ഞല്ലോ ഹലോ ഹെൽപ്പ് ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം എന്താ? ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് ഈസി ടു സ്പോട്ട് ഹെർ ഫ്രം ദ പ്ലെയിൻ. പ്ലെയിനിൽ നിന്ന് രക്ഷിക്കുന്ന ആൾക്കാർക്ക്, റെസ്ക്യൂ ടീമിന് ഇവളെ പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല. അതുമാത്രമല്ല, മോറോവർ ഹെർ വോയിസ് വുഡ് നോട്ട് റീച്ച് ദ റെസ്ക്യൂ ടീം. ഈ മുകളിലൂടെ പറക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഇവളുടെ വോയിസും എത്തില്ല. ഇനി 13th വൺ, ഹൗ ഡസ് ഷീ ഡിസ്ക്രൈബ് ദ ജംഗിൾ ഹിയർ? എങ്ങനെയാണ് ഈ കാടിനെ അവൾ വിശദീകരിക്കുന്നത്? ആസ് എ ബാറ്റിൽ ഫീൽഡ് ഓൺ വിച്ച് റോട്ട് ആൻഡ് ഗ്രോത്ത് മാർച്ച് ഹാൻഡ് ഇൻ ഹാൻഡ്. ബാറ്റിൽ ഫീൽഡ്, യുദ്ധക്കളമായിട്ടാണ് പറയുന്നത്. അവിടെ വിജയവും അതുപോലെ തന്നെ എന്തുണ്ടാവും? തോൽവിയും ഉണ്ടാവും. വളർച്ചയും ഉയർച്ചയും എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അവരെന്തായാലും മാർച്ച് ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ അത് വരി വരിയായിട്ടാവും വരിക. കാരണം നമുക്ക് പേടിക്കാനുള്ളതുകൊണ്ട് സന്തോഷിക്കാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും ഉണ്ട്. 14th വൺ, വെൻ ഡിഡ് ഷീ റിസ്ക് സ്വിമ്മിങ് ഇൻ ദ റിവർ? അപ്പോൾ വെൻ ഡിഡ്, എപ്പോഴാണ് അവൾ ഈ ഒരു റിവറിൽ, നദിയിൽ നീന്തുന്നത് റിസ്ക് ആയിട്ട് തോന്നിയത്? വെനവർ ഷീ ഹാഡ് എ ഗുഡ് വ്യൂ ഓഫ് തിങ്സ് എഹെഡ് ഷീ റിസ്ക്ഡ് സ്വിമ്മിങ്. അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ മുന്നോട്ട് കാണുമ്പോൾ അവൾക്ക് മനസ്സിലായി ഇതിലെ നീന്തുന്നത് എളുപ്പമല്ല എന്ന്. 15th വൺ, വെൻ ഡിഡ് ഷീ ഫീൽ ദാറ്റ് ഷീ കുഡ് എസ്കേപ്പ് ഫ്രം ദ ജംഗിൾ? എനിക്ക് ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്ന് അവൾക്ക് തോന്നിയത് എപ്പോഴാണ്? ഷീ സോ എ ബോട്ട് മോർഡ് ഓൺ ദ റിവർ ബാങ്ക്. നദീതടത്തിലായിട്ട് ഒരു ബോട്ട് അവൾ കണ്ടു. ആൻഡ് ദെൻ ദർ വാസ് എ പാത്ത് ലീഡിങ് ടു ദ സ്മോൾ ഹട്ട്. അവിടെ നിന്ന് ഒരു ഹട്ടിലേക്കുള്ള ഒരു വഴിയും. ദെൻ ഷീ ഫെൽറ്റ് ദാറ്റ് ഷീ കുഡ് എസ്കേപ്പ് ഫ്രം ദ ജംഗിൾ. ഈ ഒരു കാട്ടിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും എന്നവൾക്ക് മനസ്സിലായി. 16th വൺ, ദ സ്ക്രീമിംഗ് ഓഫ് മങ്കീസ് ആൻഡ് ദ സ്ക്രീച്ചിങ് ഓഫ് പാരക്കിറ്റ്സ് ഡിസപ്പോയിൻറ്റഡ് ഹെർ. അപ്പോൾ ഈ ഒരു തത്തകളുടെ അതുപോലെ കുരങ്ങന്മാരുടെയൊക്കെ ഓരോ സൗണ്ടുകൾ, നിലവിളികളൊക്കെ അവൾക്ക് ഡിസപ്പോയിൻമെൻ്റ് ആണ് തന്നു. എന്തുകൊണ്ട്? ഷീ വാസ് ലിസണിങ് ഫോർ ഹ്യൂമൻ വോയിസ്. കാരണം അവൾ കാതോർത്തിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ശബ്ദത്തിനായിട്ടാണ്. ബട്ട് വാട്ട് വുഡ് ഷീ കുഡ് ഹിയർ വാസ് ദ സ്ക്രീമിംഗ് ഓഫ് മങ്കി ആൻഡ് ദ സ്ക്രീച്ചിങ് ഓഫ് പാരക്കിറ്റ്സ്. സോ ഷീ വാസ് ഡിസപ്പോയിൻറ്റഡ്. ഇനി 17th one, comment on the attitude of the narrator when she says, but I didn't want to take the boat which belonged to someone else. അവിടെ അവൾ പറയുന്നുണ്ട് ആ ബോട്ടിൽ എനിക്ക് വേണമെങ്കിൽ പോവായിരുന്നു, പക്ഷെ ഞാൻ വേറൊരാളുടെ ബോട്ടിൽ ഞാൻ പോകുന്നില്ല എന്ന്. അത് അവളുടെ എന്ത് ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്? ഷീ വാസ് ക്വൈറ്റ് ഹോണസ്റ്റ്. സത്യസന്ധതയുള്ള കുട്ടിയാണ്. കാരണം അത് വേറൊരാളുടെ ബോട്ടായിരിക്കും, അതിൽ ഞാൻ എടുത്തു പോയി എങ്ങനെയാണ് ശരിയാവുക എന്നുള്ള സത്യസന്ധത. 18th വൺ, വൈ ഡിഡ് ദ മാൻ ലെറ്റ്
ഔട്ട് ആൻ എക്സ്ക്ലമേഷൻ ഓൺ സീയിങ് ഹെർ. അപ്പോൾ ഒരു എക്സ്ക്ലമേഷൻ പറയുന്നുണ്ട് അവിടെ ആ മാൻ. അത് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ദ മാൻ ലെറ്റ് ഔട്ട് ആൻ എക്സ്ക്ലമേഷൻ ഓൺ സീയിങ് ഹെർ ആസ് ദേ നെവർ എക്സ്പെക്റ്റഡ് ടു സീ എ സർവൈവർ. കാരണം ഇവരാരും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനൊരു കുട്ടി ഇവിടെ സർവൈവ് ചെയ്ത് അതിജീവിച്ച് വരുമെന്ന്. അതുകൊണ്ടാണ് അവിടെ ഒരു എക്സ്ക്ലമേഷൻ എന്നാൽ ആശ്ചര്യം, അല്ലെങ്കിൽ എന്താ പെട്ടെന്ന് ഒരു സർപ്രൈസ് ആയ പോലെ നിൽക്കുന്നത്. ഒരാൾ ആ കുട്ടി മാത്രം അവിടെ നിന്ന് അതിജീവിച്ചോ എന്നുള്ള ആ ഒരു സർപ്രൈസിങ്. ഹൗ ഡിഡ് ദ മെൻ ഹെൽപ്പ് ഹെർ? എങ്ങനെയാണ് അവിടുത്തെ ആൾക്കാർ ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്തത്? ദ മെൻ വാഷ്ഡ് ഹെർ വിത്ത് സോൾട്ട് വാട്ടർ ആൻഡ് പുട്ട് സാൽവ് ഓൺ ഹെർ വൂൺസ്. ആ ഒരു വൂൺസ് ഉപ്പുവെള്ളട്ട് കഴുകി അതിൽ കുഴമ്പ് വെച്ച് കൊടുത്തു. ദേ ആൾസോ മെയ്ഡ് ഫ്രൂട്ട് മാഷ് ഓഫ് ഹെർ. ഫ്രൂട്ട്സിൻ്റെ ഒരു എന്താ പറയുക ജ്യൂസൊക്കെ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തു. വാട്ട് വാസ് ദ ബാഡ് ന്യൂസ് ദാറ്റ് ഷീ ഹിയർ ആഫ്റ്റർ ഹെർ എസ്കേപ്പ്? അവിടെ നിന്ന് എസ്കേപ്പായിട്ട് അവിടുന്ന് എന്താ പറയുക മോചിതയായി വന്നതിന് ശേഷം അവൾ കേട്ട ഏറ്റവും ബാഡ് ന്യൂസ് എന്താ? പൊട്ട വാർത്ത. ദ ഡെത്ത് ഓഫ് ഹെർ മദർ. അമ്മ മരിച്ചു എന്നുള്ള വാർത്ത. ഇനി നമ്മൾ ആക്ടിവിറ്റീസിൻ്റെ ഫസ്റ്റ് പോർഷനിലേക്ക് കിടക്കുകയാണ്. ഒരു 3 ക്വസ്റ്റ്യൻസ് കേട്ടോ. ഐ ഹാവ് ഓൾവേസ് എൻജോയ്ഡ് ഫ്ലൈയിങ് സേസ് ദ നറേറ്റർ. വുഡ് യു ലൈക്ക് ടു ഫ്ലൈ? ഗിവ് റീസൺ. ഞാൻ എപ്പോഴും ഫ്ലൈയിങ് എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങളുടെ റീസൺ പറ. ഫ്ലൈയിങ് ഈസ് ഫൺ ബിക്കോസ് ഇറ്റ് ടേക്സ് മീ ടു ന്യൂ പ്ലേസസ്. പുതിയ പുതിയ സ്ഥലങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഫ്ലൈയിങ് ഗിവ്സ് മീ എ ചാൻസ് ടു എക്സ്പീരിയൻസ് ദ ഫുൾ ബ്യൂട്ടി ഓഫ് എർത്ത്. നമുക്കറിയാം നമ്മൾ പ്ലെയിനിലൂടെ പോവുകയാണെങ്കിലും പറക്കാനുള്ള കഴിവ് കിട്ടിയാലും നമുക്ക് ഈ ഒരു ലോകത്തിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. സെക്കൻഡ് വൺ ഷുഡ് ഓൾവേസ് ലുക്ക് ഫോർ സ്ട്രീംസ് ഇൻ ദ ജംഗിൾ. വൈ? അവിടെ പാരൻസ് പറയുന്നുണ്ട് എപ്പോഴും കാട്ടിലകപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നദി അരുവികളെ നോക്കി പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? റിവേഴ്സ് ആർ ദ റോഡ്സ് ഇൻ ദ ജംഗിൾ. നമ്മുടെ നാട്ടിലെ റോഡുകളുള്ള പോലെ കാട്ടിലെ റോഡ് എന്ന് പറയുന്നത് ഈ നദികളാണ്, റിവേഴ്സാണ്. ദിസ് ഈസ് വൈ വൺ ഷുഡ് ഓൾവേസ് ലുക്ക് ഫോർ സ്ട്രീംസ് ആൻഡ് ദെൻ ഫോളോ ദം ടു ലാർജർ സ്ട്രീംസ് വെൻ യു ആർ ലോസ്റ്റ് ഇൻ എ ജംഗിൾ. ചെറിയ നദികളെ പിന്തുടർന്ന് പോയാൽ വലിയ നദികളിലേക്ക് എത്തും. അങ്ങനെ നമുക്ക് എന്തു പറഞ്ഞിട്ടുണ്ട്? ബാങ്ക്സിലെ നദീതീരങ്ങളിലെ ട്രൈബ്സൊക്കെ ഓരോ ആദിവാസികളൊക്കെ ജീവിക്കും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. വാട്ട് മൈറ്റ് ഹാവ് സേവ്ഡ് ജൂലിയൻസ് ലൈഫ്. ജൂലിയൻ്റെ ലൈഫ് എങ്ങനെയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത്? അതിന് കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആ കാരണങ്ങളൊക്കെ നോക്കാം. ഹെർ ഫോൾ വാസ് കുഷൻഡ് ബൈ എൻ എനോർമസ് അപ്വേർഡ് കറണ്ട് ഓഫ് എയർ ഇൻ ദ സ്റ്റോം. അവൾ വീണത് ആദ്യം എങ്ങോട്ടായിരുന്നു? ആ ഒരു കുഷൻ പോലെ എന്ന് പറഞ്ഞാൽ ആ ഒരു കാറ്റിലേക്കാണ് വീണത്. കാറ്റാണ് അവളിലേക്ക് എടുത്തിട്ടത്. Her fall was cushioned by an enormous upward current of air in the storm. She was strapped to her seat when she fell down and that might have acted as a cushion. അപ്പോൾ ഈ ഒരു കുഷൻ എന്ന് പറയുമ്പോൾ അവൾ ഒരു സീറ്റിലായിരുന്നു. സീറ്റ് ബെൽറ്റോട് കൂടിയിട്ടാണ് അവൾ പുറത്തേക്ക് വീണത്. അത് അവളെ സേഫ് ആക്കിയിട്ടുണ്ടാവും. ഷീ ഫെൽ ഓൺ ടു എ സോഫ്റ്റ് മാർഷി ലാൻഡ്. അതുമാത്രമല്ല അവൾ വീണത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ചളി നിറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് വീണത്. അപ്പോൾ നമുക്കറിയാം ഹാർഡായിട്ടുള്ള സ്ഥലത്തേക്ക് വീഴുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഇഞ്ചുറീസ് ഉണ്ടാവും. പക്ഷേ ഒന്ന് കുഴമ്പ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വീഴുമ്പോൾ നമുക്കതൊരു താങ്ങായിട്ട് നിൽക്കും. ദ ട്രീസ് മൈറ്റ് ഹാവ് ഹെൽപ്പ് ടു റെഡ്യൂസ് ദ സ്പീഡ് ഓഫ് ഹെർ ഫ്ലോ. അതുമാത്രമല്ല അവിടെ നിറച്ച് മരങ്ങളുള്ളപ്പോൾ അവൾ വീഴുന്ന വീഴ്ചയുടെ ആഘാതം അല്ലെങ്കിൽ ആ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി അവിടുത്തെ മരങ്ങൾ അവളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനും ആക്ടിവിറ്റീസിൻ്റെ ആദ്യ ഭാഗവും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക. നമ്മൾ വേഗം അടുത്ത വീഡിയോ അപ്ലോഡ്. താങ്ക് യു.